ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആര്യനും മാഗിയും ലക്ഷ്മിയെയും കൂട്ടി അടുത്ത ആളെ കാണാൻ പുറപ്പെട്ടു. അവർ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് എത്തിയത്. ഒരു കൊലപാതക കേസിൽ ഒളിവിലായ ചെറുപ്പക്കാരൻ ഇവിടെയാണിപ്പോൾ ജോലി ചെയ്യുന്നത്. അവർ 3 പേരും കൂടെ അവിടെ എത്തിയപ്പോൾ അവിടെ വലിയ ബഹളം നടക്കുകയായിരുന്നു. ആര്യൻ അവിടെ നിൽക്കുന്ന ഒരു തൊഴിലാളിയോട് ചോദിച്ചു, ഇവിടെ എന്താണ് ഇത്രയ്ക്ക് ബഹളം? അയാൾ പറഞ്ഞു, കഴിഞ്ഞ 6 മാസമായി ഞങ്ങൾക്കാർക്കും കൂലി തന്നിട്ടില്ല. ഇതിന്റെ ഓണർമാർ പണം മുഴുവൻ രാത്രിയും പകലുമെല്ലാം പാർട്ടിയിൽ കൊണ്ടുപോയി വെറുതെ കളയുകയാണ്. ഞങ്ങൾക്ക് കൂലി തരാൻ അവരുടെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞ് മുങ്ങുകയാണ്. ഞങ്ങളുടെ കുടുംബം പട്ടിണിയിലാണ്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരു പ്രായം ചെന്ന മനുഷ്യൻ പറഞ്ഞു, അവർ ഒരു രാത്രി കുടിച്ചു തീർക്കുന്ന പണമുണ്ടെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് 1 മാസം ഭക്ഷണം വാങ്ങിക്കൊടുക്കാം. പക്ഷെ അവർ ആർഭാടത്തിന്റെ പേരിൽ വെറുതെ പണം കളഞ്ഞ് ഞങ്ങൾക്ക് കൂലി തരാതിരിക്കുകയാണ്. ബിൽഡറോട് ചോദിച്ചാൽ കൺസ്ട്രക്ഷൻ കമ്പനിയെ കുറ്റം പറയും. കമ്പനിയുടെ അടുത്ത് പോയി ചോദിച്ചാൽ ഓണർ പണം തന്നില്ലെന്ന് പറയും. എല്ലാവരും ഞങ്ങളെ വെറുതെ ഇട്ട് തട്ടുകയാണ്. ആരും ഞങ്ങളെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഇനി ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ തന്നെ എവിടേക്ക് പോകാനാണ്? എവിടെയും പണി ഉണ്ടാവില്ല. ഞങ്ങൾ ഞങ്ങളുടെ വീടും കുടുംബവും എല്ലാം ദൂരെ ഗ്രാമത്തിൽ ഉപേക്ഷിച്ച് ഇവിടെ ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ കുട്ടികൾ വിശന്നിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. പക്ഷെ ഇവിടെ ഞങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്. സംസാരിക്കുമ്പോൾ അയാളുടെ കണ്ണ് നിറയുന്നുണ്ട്. തൊഴിലാളികൾ കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ എൻട്രൻസ് ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടേക്ക് ഒരു ബ്ലാക്ക് ഫോർച്യൂണർ കടന്നു വന്ന് വലിയ ശബ്ദത്തോടെ നിന്നു. തൊഴിലാളികൾ അപ്പോഴും വഴി മാറിക്കൊടുത്തില്ല. അപ്പോൾ കാറിന്റെ വിൻഡോ ഒന്ന് താഴ്ന്നു. ഒരു ചെറുപ്പക്കാരൻ തല പുറത്തേക്കിട്ട് ഉറക്കെ ചീത്ത പറഞ്ഞു, നിങ്ങളെന്താ കാറിനടി കിടന്ന് മരിക്കാൻ പോവാണോ? എന്താ മാറിത്തരാത്തത്? ഇവിടെ ഇങ്ങനെ നിന്നുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കമ്പനിക്ക് പണം കിട്ടിയാലേ നിങ്ങൾക്ക് തരാൻ പറ്റൂ. ആ ചെറുപ്പക്കാരനെ കണ്ട ആര്യൻ അത്ഭുതത്തോടെ ചിന്തിച്ചു. ഒരു ദിവസം തന്നെ എത്ര യാദൃശ്ചികതകളാണ്. ഇന്നിപ്പോ സ്വർണ്ണയെ കണ്ടുവരുന്ന വടിയാണ്. ഇതിപ്പോ ഇവനെയും. ആ ചെറുപ്പക്കാരൻ ബോബിയായിരുന്നു. കഴിഞ്ഞ ദിവസം പബ്ബിൽ വെച്ച് കണ്ടതിന് ശേഷം വീണ്ടും അവൻ മുമ്പിൽ വന്നിരിക്കുന്നു. ആര്യൻ അപ്പോൾ ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ബോർഡിലേക്ക് നോക്കി. ആ കമ്പനി രാഹുലിൻ്റെതായിരുന്നു. അപ്പോഴാണ് ആര്യന് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. ആ സ്ഥലം ബോബിയുടേതാണ്. അവിടുത്തെ കൺസ്ട്രക്ഷൻ കമ്പനിയും ബിൽഡിംഗ് മെറ്റീരിയലുകളുമെല്ലാം രാഹുലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവർ 2 പേരും കൂടെ ആ പാവം തൊഴിലാളികളെ പണിയെടുപ്പിച്ച് ചൂഷണം ചെയ്യുകയാണ്. തൊഴിലാളികൾ അവിടെ നിന്ന് മാറുന്നില്ലെന്ന് കണ്ടതും ബോബി കൂടുതൽ ദേഷ്യത്തോടെ അവരോട് ചൂടാവാൻ തുടങ്ങി. അപ്പോൾ ഒരു തൊഴിലാളി ധൈര്യത്തോടെ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, സർ, 6 മാസമായി ഞങ്ങൾക്ക് കൂലി കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ കുട്ടികളെല്ലാം പട്ടിണിയിലാണ്. അപ്പോൾ ബോബി അയാളുടെ നേരെ ചാടിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കുറെ എണ്ണത്തിനെ ഉണ്ടാക്കി വെച്ചോളും. അവരൊക്കെ ജീവിച്ചാലും മരിച്ചാലും എന്താണ് വ്യത്യാസം? ജോലി ചെയ്യുന്നില്ലെങ്കിൽ എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിക്കോളൂ. കമ്പനിക്ക് പണം കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് കൂലി തരാൻ സാധിക്കൂ. അപ്പോൾ കൂട്ടത്തിലെ ഒരു ചെറുപ്പക്കാരൻ മുമ്പോട്ട് വന്ന് പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ പണിയെടുക്കുന്നത്. ഞങ്ങളുടെ കൂലി എന്നത് ഞങ്ങളുടെ അവകാശമാണ്. നിങ്ങൾക്ക് ചൂഷണം ചെയ്യാനുള്ളതല്ല ഞങ്ങളുടെ ജീവിതം. ഇനിയും ഇതെല്ലാം സഹിച്ച് ഇവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത് കേട്ട ബോബി കാറിൽ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങി അയാളുടെ നേരെ ചെന്നുകൊണ്ട് പറഞ്ഞു, എന്റെ നേരെ സംസാരിക്കാൻ മാത്രം നീയൊക്കെ വളർന്നോ? നിന്നെയൊക്കെ ഞാനിവിടെ തല്ലിക്കൊന്നിട്ട ഒരു പട്ടിയും ചോദിക്കാൻ വരില്ലടാ. അപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്തോ പറയാൻ നിന്നെങ്കിലും 2 പ്രായമായവർ അവനെ തടഞ്ഞു വെച്ചു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കൺസ്ട്രക്ഷൻ സൈറ്റിലെ ഒരു ചെറുപ്പക്കാരൻ ബോബിയുടെ ദേഹത്തേക്ക് അറിയാതെ സിമന്റ് തെറിപ്പിച്ചു. അയാളെ രക്തം വരുവോളം ബോബി മൃഗീയമായി അടിച്ചു. അവൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ ജീവിതത്തോട് പൊരുതിക്കൊണ്ട് കിടക്കുകയാണ്. ബോബിയോട് പൊരുതി ജയിക്കാനാവില്ലെന്ന് ആ തൊഴിലാളികൾക്ക് അറിയാമായിരുന്നു. അവരുടെ കയ്യിൽ പണമോ പവറോ ഒന്നുമില്ല. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ബോബിയോട് ഇനിയും സംസാരിക്കാൻ നിന്നാൽ അവന്റെ ശവം നാളെ അടുത്തുള്ള റോഡിൽ കിടക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവർ അവനെ തടഞ്ഞത്. അവരിങ്ങനെ കൂലി ചോദിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി എന്നത് തന്നെ അവരെ സംബന്ധിച്ച് വലിയ ധൈര്യമാണ്. ആര്യനപ്പോൾ ഒരു തൊഴിലാളിയോട് ചോദിച്ചു, ഈ കൺസ്ട്രക്ഷൻ കമ്പനി രാഹുലിന്റെ അല്ലേ? അയാൾ പറഞ്ഞു, അതെ, അവനും ഈ ബോബിയെ പോലെ ഒരു വൃത്തികെട്ടവനാണ്. സത്യത്തിൽ ഇവിടെ ഉപയോഗിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയലുകളെല്ലാം നിലവാരമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടുണ്ടാക്കുന്ന ബിൽഡിങ്ങുകളെല്ലാം കുറച്ച് വർഷത്തിനുള്ളിൽ തന്നെ തകർന്നു വീഴും. അവർ ഗവൺമെന്റിന് കൈക്കൂലി കൊടുത്ത് പെർമിറ്റ് ഒപ്പിക്കും. എന്നിട്ട് ഇതുപോലെ താഴ്ന്ന മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ബിൽഡിങ്ങുകൾ നിർമ്മിക്കും. അതൊക്കെ എത്ര കാലം നിലനിൽക്കാന്? ഇവരുടെയൊക്കെ കൈകൊണ്ട് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഇവരെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ബിൽഡിങ്ങുകൾ ഇങ്ങനെ തുടർച്ചയായി വീഴുമ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി കമ്മിറ്റികൾ ഉണ്ടാക്കും. പക്ഷെ ആ കമ്മിറ്റികളെയും ഇവർ കൈക്കൂലി കൊടുത്ത് കയ്യിലാക്കും. എന്നിട്ട് വീണ്ടും ഇവരുടെ തെമ്മാടിത്തരം തുടരും. ഇത് കേട്ട ആര്യൻ ഒന്നാലോചിച്ചു. അഴിമതിയാണ് ഈ രാജ്യത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവൻ രാഹുലിന്റെ കമ്പനിയുടെ ബോർഡിലേക്ക് ഒന്നുകൂടെ നോക്കിക്കൊണ്ട് ചിന്തിച്ചു, എത്ര കാലം രാഹുൽ ഈ കളി തുടരും? ഇനി അവന്റെ കളികൾ പുറത്തു കൊണ്ടുവരാൻ വൈകരുത്. പക്ഷെ അതിനു മുമ്പായി ആദ്യം ആ ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കണം.
ആര്യൻ അടുത്ത് നിൽക്കുന്ന ആളോട് ചോദിച്ചു. ഇവിടെ പീറ്റർ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടോ? അയാൾ ചോദിച്ചു. ഇവിടെ പീറ്റർ എന്ന പേരുള്ള 2 പേരുണ്ട്. ആരെയാണ് നിങ്ങൾ നോക്കുന്നത്? അത് കേട്ട മാഗി ഇടയിൽ കയറി പറഞ്ഞു. 6 അടിയോളം നീളമുള്ള ബോഡി ബിൽഡർ ടൈപ്പായിട്ടുള്ള ഒരുത്തൻ. മാഗി പറഞ്ഞത് കേട്ട് അയാളുടെ മുഖത്തൊരു ടെൻഷൻ നിറഞ്ഞു. അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനാണ് അവനെ? അവനിപ്പോൾ ഇവിടെ ഇല്ല, എവിടെയോ പോയതാണ്. അയാൾ പീറ്ററിന്റെ ഫ്രണ്ടാണെന്ന് ആര്യന് മനസ്സിലായി. അവൻ ഒളിവിലായതുകൊണ്ട് അവനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആര്യന് തോന്നിയതും അവൻ അയാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട ചേട്ടാ, അവന് ഗുണമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ അവനെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അയാൾ അവരെ 2 പേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ആലോചിച്ചു. ഇവരെ കണ്ടിട്ട് ഡീസന്റ് ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട്. പീറ്ററിനെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാവും ഇവിടേക്ക് വന്നത്. ബിൽഡിങ്ങിന്റെ വലതു ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, അവൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അവൻ സാധാരണ ഇതുപോലുള്ള അടികളിൽ നിന്നും മാറി നിൽക്കാറാണ് പതിവ്. അവന് പെട്ടെന്ന് ദേഷ്യം വരും, പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല. പോലീസിന്റെ കണ്ണിലെങ്ങാനും പെട്ടാലോ എന്ന് വിചാരിച്ച് സ്വയം നിയന്ത്രിക്കും. അവൻ ആ ഭാഗത്ത് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, പോയി നോക്ക്. ആര്യൻ മാഗിയെയും ലക്ഷ്മിയെയും കൂട്ടി ബിൽഡിങ്ങിന്റെ പിറകിലേക്ക് നടന്നു. എല്ലാ തൊഴിലാളികളും ഗേറ്റിന്റെ അവിടെ പ്രശ്നമുണ്ടാക്കുമ്പോ പീറ്റർ മാത്രം അവിടെ പുക വലിച്ചുകൊണ്ട് മാറിയിരിക്കുന്നുണ്ടായിരുന്നു. ആര്യൻ അവന്റെ മുമ്പിലേക്ക് ചെന്ന് നിന്നു. പീറ്റർ അവനെ ആകെ ഒന്ന് നോക്കിയ ശേഷം ചോദിച്ചു, ആരാ? നിനക്ക് എന്താ വേണ്ടത്? പീറ്റർ വളരെ നീളമുള്ള പവർഫുള്ളായ ഒരാളാണെന്ന് ആര്യൻ നിരീക്ഷിച്ചു. അവനിപ്പോൾ അടിയൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിലും അവന്റെ ദേഹത്തിപ്പോഴും അതിന്റെ പാടുകളുണ്ടായിരുന്നു. ആര്യൻ അവനോട് നേരിട്ട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ജോലിയെടുക്കണം. അത് കേട്ട പീറ്റർ അത്ഭുതത്തോടെ ആര്യനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, അതിന് നീ ആരാ? ആര്യൻ പറഞ്ഞു, നിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും നീ ആരാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഫൈറ്റ് ക്ലബ്ബുകളിൽ മാർഷൽ ആർട്സ് ഫൈറ്റർ ആയിരുന്നില്ലേ? പീറ്റർ തല കുലുക്കിക്കൊണ്ട് സമ്മതിച്ചു. അങ്ങനെ ആയെന്ന് വെച്ചപ്പോ എന്താണ്, ഞാനിപ്പോ അതെല്ലാം വിട്ടു. ആര്യൻ അവനോട് എന്തെങ്കിലും പറയുന്നതിന് മുൻപായി അവന്റെ കൂടെയുള്ള ലക്ഷ്മി ആര്യന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇവനോട് ഞാൻ സംസാരിക്കാം. അവരുടെ കണ്ണുകളിലെ നിശ്ചയദാർഢ്യം കണ്ട ആര്യന് അവർക്ക് നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പായിരുന്നു. അവൻ പിറകിലേക്ക് മാറി ആ സ്ത്രീ പീറ്ററിനോട് 5 മിനിറ്റ് മാറി നിന്നുകൊണ്ട് സംസാരിച്ചു. ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ അവർക്കായി. പീറ്റർ ആര്യന്റെ അടുത്തേക്ക് തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു, സർ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങി സമൂഹത്തിനിടയിൽ നടക്കാൻ തുടങ്ങിയ എന്റെ പഴയ ശത്രുക്കൾ എന്നെ വെറുതെ വിടില്ല. ആര്യൻ അവൻ ഉറപ്പു കൊടുത്തു. നിന്റെ പിന്നാലെ ആരാണുള്ളതെന്ന് എനിക്കറിയാം. അവരെക്കുറിച്ച് ഓർത്ത് നീ പേടിക്കണ്ട. എന്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയ പിന്നെ നീ എന്റെ സംരക്ഷണയിലായിരിക്കും. പിന്നെ നിന്നെ തൊടുന്നത് എന്നെ തൊടുന്നതിന് തുല്യമായിരിക്കും. ഞാൻ അവരോട് സംസാരിക്കാം. അവർ ഇനി ഒരിക്കലും നിന്റെ പിന്നാലെ വരില്ല. പീറ്റർ ചിരിച്ചുകൊണ്ട് ആര്യനോട് നന്ദി പറഞ്ഞു. ലക്ഷ്മി അവനോട് ആര്യന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആര്യന്റെ വാക്കുകൾ പീറ്ററിന് വിശ്വാസമായിരുന്നു. വലിയ മാഫിയ ഡോണുകൾ വരെ ആര്യനെ പേടിക്കുമ്പോൾ ചെറിയ ഗാങ്സ്റ്ററുകൾ അടുക്കുക പോലും ചെയ്യില്ലെന്ന് പീറ്റർ ആശ്വസിച്ചു. പക്ഷേ അവൻ ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം പറഞ്ഞു, സർ, എനിക്ക് വേണ്ടി ഒരു കാര്യം കൂടി ചെയ്യുമോ? പറ്റുമെങ്കിൽ മതി. ആര്യൻ ചോദിച്ചു. എന്താണെന്ന് പറ. പീറ്റർ തുടർന്നു. സർ, ഇവിടെയുള്ള തൊഴിലാളികൾക്ക് കഴിഞ്ഞ 6 മാസമായി കൂലിയൊന്നും കിട്ടാറില്ല. ഇവിടെയുള്ള പലരും എന്റെ ഫ്രണ്ട്സാണ്. എന്റെ കയ്യിൽ ഒന്നുമില്ലാഞ്ഞിട്ട് പോലും ഇവരെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ ഒരു അവസ്ഥയിൽ ഇവരെ ഇങ്ങനെ വിട്ട് ഞാൻ എങ്ങനെ സാറിന് കൂടെ സമാധാനത്തോടെ വരും? ഇവർക്ക് വേണ്ടി സാറിന് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ അത് വലിയ സഹായമാവും. പലരുടെയും വീട്ടിൽ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ എല്ലാം കുട്ടികൾ പട്ടിണിയിലാണ്. ആര്യൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇത്രയല്ലേ ഉള്ളൂ? ഇത് ഞാൻ ഇപ്പൊ പരിഹരിച്ചു തരാം. അതും പറഞ്ഞ് ആര്യൻ തിരിഞ്ഞ് ബോബിയോട് നേർക്ക് നടക്കാൻ തുടങ്ങി. രാഹുലിന്റെ ഈ കമ്പനിയിൽ ആവശ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി രാഹുലിനെ വെളിയിൽ കൊണ്ടുവരണമെന്ന ഉദ്ദേശത്തോടു കൂടിയുമാണ് ആര്യൻ അങ്ങോട്ടേക്ക് നടന്നത്. ആര്യൻ ബോബിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ഹാ, നീയൊരു ഭാഗ്യവാൻ തന്നെ. ഒരു ദിവസത്തിനുള്ളിൽ 2ാമത്തെ തവണയാണല്ലോ നമ്മൾ ഈ കാണുന്നത്. ആര്യന്റെ ശബ്ദം കേട്ട ബോബി തിരിഞ്ഞു നോക്കി. ആര്യനെ കണ്ടവൻ ആകെ ഞെട്ടിപ്പോയി. ആര്യൻ അവന്റെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വന്നത് അവന് വിശ്വസിക്കാനായില്ല. ഒരു നിമിഷം ആര്യന്റെ പ്രേതം അവനെ എല്ലായിടത്തും ചുറ്റിപ്പറ്റി നടക്കുകയാണോ എന്ന് വരെ അവൻ സംശയിച്ചു. ബോബി സംസാരിക്കാനാവാതെ ഷോക്കായി നിന്നു. ബോബിയുടെ സൈലൻസ് കണ്ട ആര്യൻ പറഞ്ഞു, എന്നെ കണ്ടിട്ട് ഒട്ടും സന്തോഷമില്ലാത്തത് പോലെ ഉണ്ടല്ലോ നിന്റെ മുഖം. ഇത്തവണ ബോബിക്ക് അവൻ സ്വപ്നം കാണുകയില്ലെന്ന് മനസ്സിലായി. ആര്യൻ അവന്റെ കൺമുമ്പിൽ നിൽക്കുകയാണ്. ബോബി ചോദിച്ചു, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ആര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ഈ തൊഴിലാളി സുഹൃത്തുക്കൾക്ക് വേണ്ടി സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഇവർക്ക് അവകാശപ്പെട്ട കൂലി ഇവർക്ക് നൽകണം. അതിനിയും താമസിപ്പിക്കരുത്. ഈ ബോബിയോട് ഇന്നലെ വഴക്കിട്ടത് ഒരു പെണ്ണിന് വേണ്ടി, ഇന്ന് കുറച്ച് തൊഴിലാളികൾക്ക് വേണ്ടി. ആര്യൻ അവന്റെ രക്ഷകന്റെ റോൾ ആലോചിച്ച് ഒന്ന് ചിരിച്ചു.
ആര്യന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് അറിയാവുന്ന ബോബി വിനയത്തോടെ പറഞ്ഞു, ഇതിൽ നിനക്ക് ചെയ്യാൻ ഒന്നുമില്ല. ഇതെന്റെ കൺസ്ട്രക്ഷൻ സൈറ്റാണ്. ഇത് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം. അത് കേട്ട് ആര്യൻ പറഞ്ഞു, ഇതിൽ എനിക്കൊരു കാര്യവുമില്ലെന്ന് നീ എങ്ങനെ ഉറപ്പിച്ചു പറയും? ഈ ആളുകളെല്ലാം എന്റെ സുഹൃത്തുക്കളാണ്. അപ്പൊ പിന്നെ ഇവരുടെ അവകാശത്തിന് വേണ്ടി നിൽക്കുക എന്നത് എന്റെ കടമയല്ലേ? ഇത്തവണ ബോബി അസ്വസ്ഥതയോടെ പറഞ്ഞു, എന്നെ വെറുതെ വിഡ്ഢിയാക്കാൻ നോക്കരുത്. ഈ തൊഴിലാളികൾ എങ്ങനെ നിന്നെപ്പോലൊരു കോടിപതിയുടെ ഫ്രണ്ട്സാവും? ആര്യൻ പറഞ്ഞു, അതെന്താ ആയാല്? ഇവരെല്ലാം എന്റെ ഫ്രണ്ട്സാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇല്ലെങ്കിൽ ഞാൻ എന്തിനു ഇവിടെ വരണം? ബോബിയുടെ ദേഷ്യം കൂടിക്കൂടി വന്നു. അവനെ നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, അന്ന് ആ സെക്യൂരിറ്റി നിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ തൊഴിലാളികളും. സത്യത്തിൽ നീ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നീ ആവശ്യമില്ലാതെ ഞാനുമായി ഉടക്കാൻ നിൽക്കാണ്. രാഹുൽ നിന്നെ പേടിച്ച് ഒളിച്ചു എന്ന് വെച്ച് എല്ലാവരും അതുപോലെ ആവുമെന്ന് കരുതണ്ട. തൊട്ടടുത്ത നിമിഷം ആര്യന്റെ മുഖത്തെ ഭാവം മാറി. അവന്റെ ചുണ്ടിലെ ചിരി മാഞ്ഞു. മുഖത്ത് ഒരു ക്രൂരഭാവം തെളിഞ്ഞു. ബോബി പേടിയോടെ പിറകിലേക്ക് മാറി. അപ്പോൾ ചെവി പൊട്ടുന്ന ശബ്ദത്തിൽ ആര്യൻ പറഞ്ഞു, നീ എന്താണ് വിചാരിച്ചത്? രാഹുൽ എന്തിനാണ് എന്നിൽ നിന്നും ഓടി ഒളിച്ചത് എന്ന് നിനക്കറിയോ? കാരണം എന്റെ മുഖം കാണുന്നെന്ന് അവന്റെ അവസാനമായിരിക്കുമെന്ന് അവനറിയാം. നിനക്കും അതേ വിധി തന്നെ വേണോ? എന്റെ എതിരെ തിരിഞ്ഞ പിന്നെ ജീവൻ ബാക്കി ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട. ആര്യന്റെ ശബ്ദം പേടിപ്പിക്കുന്നതായിരുന്നു. ബോബിയുടെ ഹൃദയം ശക്തിയായി ഇടിക്കാൻ തുടങ്ങി. രാഹുൽ വളരെ പവർഫുൾ ആണെന്ന് ബോബിക്ക് അറിയാമായിരുന്നു. ആ രാഹുൽ വരെ ആര്യന്റെ മുമ്പിൽ വരാൻ പേടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആര്യൻ എത്രമാത്രം അപകടകാരിയാവുമെന്ന് ബോബി ചിന്തിച്ചു. അവൻ ദേഷ്യം അടക്കിക്കൊണ്ട് വളരെ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, നോക്ക്, നമ്മൾക്കിടയിൽ വേറെ പ്രശ്നമില്ല. ഞാൻ നിന്റെ വഴിയിൽ വരാൻ പോണില്ല, നീ എന്റെ വഴിയിലും വരണ്ട. ഇതെന്റെ ബിസിനസ്സാണ്. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ നോക്കിക്കോളാം. ആര്യൻ പറഞ്ഞു, നിന്റെ ബിസിനസ്സിൽ ഇടപെടണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. ഈ തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട പണം നീ നൽകണം. എങ്കിൽ നമുക്കിതിവിടെ പറഞ്ഞു തീർക്കാം. ബോബിയുടെ ഉള്ളിൽ വളരെ ദേഷ്യമുണ്ടെങ്കിൽ പോലും അവൻ ഇത് പുറമേക്ക് കാണിക്കാതെ ശ്രദ്ധിച്ചു. അവൻ പറഞ്ഞു, നീയൊരു വലിയ പണക്കാരനല്ലേ, നീ എന്തിനാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത്? ആര്യൻ പറഞ്ഞു, ഞാൻ നിന്നോടും ഇതേ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. നിനക്ക് പണത്തിന് യാതൊരു കുറവുമില്ല. ഈ പാവപ്പെട്ടവരുടെ പണം മൂറ്റിക്കൊണ്ട് നിനക്ക് എത്ര ലാഭം കിട്ടാനാണ്? അതുകൊണ്ട് ഇവർക്കുള്ളത് കൃത്യമായി കൊടുക്കണം. ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം ബോബി പറഞ്ഞു, രാഹുലിന്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് യാതൊരു പണവും ലഭിച്ചിട്ടില്ല. പിന്നെന്തിന് ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് ഇവർക്ക് നൽകണം? ബോബിയോട് തർക്കിക്കുന്നത് വെറുതെയാണെന്ന് ആര്യന് മനസ്സിലായി. പിന്നെ രാഹുലിനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നതാണ് ആര്യന്റെ ഉദ്ദേശം. അവൻ പറഞ്ഞു, നിനക്കൊന്നും ചെയ്യാൻ കഴിവില്ലെങ്കിൽ പിന്നെ നീ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഞാനിത് രാഹുലുമായി നേരിട്ട് തീർത്തോളാം. നീ ഇപ്പൊ പൊയ്ക്കോ. ബോബി എന്തോ പറയാൻ നിന്നെങ്കിലും പിന്നെ വേണ്ടെന്ന് വെച്ചു. ആര്യന്റെ ദേഷ്യം രാഹുലിനോടാണെന്ന് അവന് മനസ്സിലായി. വെറുതെ രാഹുലിനെ സംരക്ഷിച്ച് ആര്യനെ പിണക്കേണ്ട എന്ന് ബോബി ചിന്തിച്ചു. അവൻ രണ്ടടി പിറകോട്ട് വെച്ച് പറഞ്ഞു, ഓക്കെ, നിനക്കിഷ്ടമുള്ളത് ചെയ്തോ. ഞാൻ ഇതിൽ ഇടപെടാൻ വരുന്നില്ല. രാഹുൽ ഇല്ലാത്തപ്പോ ഇതെല്ലാം മാനേജ് ചെയ്യുക എന്നതാണ് എന്റെ ജോലി. അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി. അവർ രണ്ടുപേരും എന്താണ് സംസാരിച്ചതെന്ന് ആ തൊഴിലാളികൾ കേട്ടിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് ബോബി അവിടെ നിന്നും പോയപ്പോൾ അവരാകെ പരിഭ്രാന്തരായി. പക്ഷെ ആര്യൻ ചിരിക്കുകയായിരുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവന് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. രാഹുൽ എവിടെയാണ്? അവനെ പുറത്തു കൊണ്ടുവരാൻ ആര്യനാവുമോ? അധ്യായം 54. രാഹുലിന്റെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ തൊഴിലാളികൾ എല്ലാവരും ആകെ ടെൻഷനിലായിരുന്നു. ബോബി അവരുടെ കൂലിയുടെ കാര്യമൊന്നും പറയാതെ അവിടെ നിന്നും പോയി. ബോബി പോയതിനു ശേഷം പീറ്റർ ആര്യന്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്താണ് ബോബിയുമായി സംസാരിച്ചത്? അവൻ ഞങ്ങളുടെ കൂലി തരുമോ? ആര്യൻ അവന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, എല്ലാവരുടെയും കൂലി മുഴുവനായി കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം. എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. പീറ്റർ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്തു തരേണ്ടത്? ആര്യൻ അവനോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ അകത്തേക്ക് പോകണം. നിലവാരമില്ലാത്ത മെറ്റീരിയലുകൾ, അപ്രൂവ് ചെയ്യാത്ത ഇല്ലീഗൽ പ്ലാൻ പ്രകാരമുള്ള കൺസ്ട്രക്ഷനുകൾ തുടങ്ങി അവരവിടെ ചെയ്യുന്ന എല്ലാ തരം കള്ളത്തരങ്ങളുടെയും തെളിവുകൾ റെക്കോർഡ് ചെയ്യണം. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവരോട് അവരുടെ കൂലി കൃത്യമായി അവർക്ക് ലഭിക്കും എന്ന് പറയണം. കുറച്ചൊന്ന് ക്ഷമാണിച്ചാൽ മതി. അതുകൊണ്ട് എന്താണ് നേട്ടമെന്ന് പീറ്ററിനെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ വ്യക്തമായ പ്ലാൻ ഇല്ലാതെ ആര്യനൊന്നും ചെയ്യില്ല എന്നവൻ ഊഹിച്ചു. പീറ്റർ തൊഴിലാളികളുടെ അടുത്തേക്ക് ചെന്ന് അവിടെയുള്ളൊരു മണൽക്കൂമ്പാരത്തിലേക്ക് കയറി ഉറക്കെ പറഞ്ഞു, ഹലോ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കേ. നിങ്ങളൊന്നും പ്രതീക്ഷ കൈവിടരുത്. ആര്യൻ രജപുത്ര നമ്മുടെ കൂടെ തന്നെയുണ്ട്. അദ്ദേഹം നമുക്ക് നീതി വാങ്ങിത്തരും. നമ്മുടെ എല്ലാം കൂലി നമുക്ക് കിട്ടിയിരിക്കും. ഇത് കേട്ടതും അവിടെ ഒരു മുറുമുറുപ്പുയർന്നു. ഒരാൾ പറഞ്ഞു, ആരാണ് ഈ ആര്യൻ രജപുത്ര? എന്തിനാണ് അയാൾ നമ്മളെ സഹായിക്കുന്നത്? മറ്റൊരാൾ പറഞ്ഞു, നോക്ക്, ഈ രാഹുലും ബോബിയും എല്ലാം വളരെ കരുത്തരായ ആളുകളാണ്.
ഇയാൾ അവരോടൊക്കെ എന്ത് ചെയ്യാനാണ്? കൂട്ടത്തിലെ മുതിർന്ന മറ്റൊരാൾ പറഞ്ഞു. അയാൾ പറഞ്ഞത് കേട്ടെന്ന് വെച്ച് നമുക്ക് എന്താണ് നഷ്ടം? നമ്മൾ ഇപ്പൊ തന്നെ പലതും പരീക്ഷിച്ച് തോറ്റു നിൽക്കാണ്. എന്തായാലും നമ്മുടെ കൂലി നമ്മളായി ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല. നീ പറ മോനെ. പീറ്റർ ഒരു നേതാവിനെ പോലെ തൊഴിലാളികളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി കമ്പനിക്കെതിരെ പറ്റാവുന്നിടത്തോളം തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി അവരെ പറഞ്ഞു മനസ്സിലാക്കി. ആ തെളിവുകൾ വെച്ച് അവർക്ക് കമ്പനിയോട് അവരുടെ കൂലി തരാൻ ആവശ്യപ്പെടാമെന്നും കമ്പനിയുടെ എല്ലാ തെറ്റായ കാര്യങ്ങളും നിർത്തലാക്കാൻ പറയാമെന്നും പീറ്റർ പറഞ്ഞു മനസ്സിലാക്കി. ഒരുപാട് കാലമായി കൂലി ഇല്ലാതെ ജോലി എടുക്കുന്നത് കൊണ്ട് തൊഴിലാളികൾക്കിടയിൽ ഇപ്പോൾ തന്നെ കമ്പനി ഓണർമാർക്കെതിരെ ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ബോബി ഇന്ന് അങ്ങനെ പെരുമാറിയത് കൂടെ കണ്ടപ്പോൾ അവരുടെ ഉള്ളിൽ പ്രതികാരം തിളച്ചു പൊന്തിയിരുന്നു. മറുവശത്ത് ബോബി ഒരു തന്ത്രശാലിയും വഞ്ചകനുമായി മാറിയിരുന്നു. രാഹുലിനോടുള്ള പ്രതികാരം കാരണമാണ് ആര്യൻ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ ബോബി കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നും അവന്റെ സെക്യൂരിറ്റികളെ ഒഴിവാക്കിയിരുന്നു. തനിക്ക് കോട്ടം വരാത്ത രീതിയിൽ ബോബി മെല്ലെ അതിൽ നിന്നും തലയൂരി. തൊഴിലാളികൾക്ക് തെളിവ് ശേഖരിക്കുക എന്നത് ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല. അവരവിടെ ദിവസവും ജോലി ചെയ്യുന്നത് കൊണ്ട് ഏതൊക്കെ മെറ്റീരിയലുകളാണ് നിലവാരമില്ലാത്തത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത് എന്നെല്ലാം അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. എല്ലാം അവർ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തു. പീറ്റർ ആ തെളിവുകളെല്ലാം ശേഖരിച്ച് ആര്യന്റെ കയ്യിൽ കൊടുത്തു. ആര്യൻ അതെല്ലാം വിഷ്ണുവിന് അയച്ചു കൊടുത്തു. വിഷ്ണു അപ്പോൾ ആര്യനെ വിളിച്ചു ചോദിച്ചു, നീ അയച്ചത് ഞാൻ കണ്ടു, പക്ഷേ അത് വെച്ച് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആര്യൻ പറഞ്ഞു, സോഷ്യൽ മീഡിയ, അതാണ് നമ്മുടെ ആയുധം. ഈ തെളിവുകളെല്ലാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയ സൈറ്റുകളിലും അപ്ലോഡ് ചെയ്യണം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇത് വൈറലാവണം. വിഷ്ണുവിന് ഇതൊരു ചെറിയ ടാസ്ക് ആയിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യെസ് ബോസ്. അവൻ കോൾ കട്ട് ചെയ്തു. ആര്യൻ വിഷ്ണുവിനോട് സംസാരിക്കുന്നത് പീറ്റർ കേട്ടിരുന്നു. അവന്റെ മുഖത്തൊരു വിഷമം വന്നത് ആര്യൻ ശ്രദ്ധിച്ചു. അവൻ ചോദിച്ചു, എന്തുപറ്റി? എന്താണ് പെട്ടെന്ന് മുഖത്തിനൊരു വാട്ടം? പീറ്റർ പറഞ്ഞു, സോറി സാർ, ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്യുകയാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത അതിന്റെ ഫലം ഈ പാവം തൊഴിലാളികളായിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. രാഹുലും ബോബിയും എല്ലാം വലിയ ആൾക്കാരാണ്. ഈ തൊഴിലാളികൾ വളരെ നിഷ്കളങ്കരാണ്. ആ തെമ്മാടികൾ ഇവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ നിന്ന എതിർത്ത് നിൽക്കാൻ പോലും ഇവർക്കാവില്ല. രാഹുലിന് ഹൈ ലെവൽ ബന്ധങ്ങളുണ്ട്. അവൻ ചിലപ്പോ ഇവിടെയുള്ളവരെ കൊല്ലാൻ പോലും മടിക്കില്ല. അത്രയ്ക്ക് അപകടകാരിയാണ് അയാൾ. ആര്യൻ പറഞ്ഞു, ഈ തൊഴിലാളികളുടെ സുരക്ഷയോർത്ത് വിഷമിക്കണ്ട. എന്റെ ഉത്തരവാദിത്തമാണ് അതെല്ലാം. അത് മാത്രമല്ല, ഇവരൊന്നും ഇനി ഇവിടെ ജോലി ചെയ്യാൻ പോകുന്നില്ല. എനിക്കൊരു ഹോസ്പിറ്റലുണ്ട്. അതിന് പുതിയതായി ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്. ഇവരെല്ലാം ഇന്നു മുതൽ അവിടെ പണിയെടുത്തോട്ടെ. ഞാൻ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ അഡ്രസ് തരാം. ഇവരെ എല്ലാം അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അത് മാത്രമല്ല, ഞാൻ എല്ലാവർക്കും 1 മാസത്തെ സാലറി അഡ്വാൻസ് ആയി കൊടുക്കുമെന്ന് പറയണം. അവരുടെ ഒന്നും കുടുംബം ഇനി പട്ടിണിയാവരുത്. ഇത് കേട്ട പീറ്ററിന് വളരെ സന്തോഷം തോന്നി. അവൻ ആര്യനോട് പറഞ്ഞു, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ നന്നായിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഞാൻ ഈ വിവരങ്ങൾ പോയി അവരോട് പറഞ്ഞിട്ട് വരാം. അവൻ ആവേശത്തോടെ അവരുടെ അടുത്തേക്ക് ഓടി. അവൻ പോയതും മാഗി പറഞ്ഞു, നിങ്ങൾ അവനും ഈ തൊഴിലാളികൾക്കും വേണ്ടി വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്. അവരെന്നും നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും. ആര്യൻ പറഞ്ഞു, നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവർ നമ്മളോട് വിശ്വസ്തരായിരിക്കണമെങ്കിൽ നമ്മൾ അവരെ നന്നായി നോക്കണം. എങ്കിൽ മാത്രമേ പരസ്പര ബഹുമാനത്തോടെ ഒരു സ്ഥാപനം പുരോഗതിയിലേക്ക് കുതിക്കൂ. വിഷ്ണു മിന്നൽ വേഗത്തിലാണ് പണികളെല്ലാം തീർത്തത്. ആര്യൻ അവന് നൽകിയ തെളിവുകൾ മാത്രമല്ല അവൻ ഉപയോഗിച്ചത്. രാഹുലിന്റെ മറ്റു കമ്പനികളിലെ കമ്പ്യൂട്ടറുകളും അവൻ ഹാക്ക് ചെയ്തു. അതിലുള്ള കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ എല്ലാം അവൻ എടുത്തു. രാഹുലിന്റെ കമ്പനി ചെയ്ത പല അഴിമതികളും അതിലുണ്ടായിരുന്നു. ഒറ്റ ക്ലിക്ക് കൊണ്ട് അവൻ രാഹുലിന്റെ എല്ലാ കമ്പനികളുടെ ഇമേജും തകർത്തു. സോഷ്യൽ മീഡിയ മുഴുവൻ രാഹുലിന്റെ കമ്പനികളുടെ അഴിമതിയെക്കുറിച്ചായി ചർച്ച. തട്ടിപ്പിന്റെ വിവരങ്ങൾ എല്ലായിടത്തും എത്തി. കൺസ്ട്രക്ഷൻ കമ്പനിയെ കുറിച്ച് അറിയാതിരുന്നവർ പോലും ഇപ്പോൾ ഇത് കാരണം അറിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ ക്യാമ്പയിനുകൾ ഉണ്ടായി. അവരുടെ ഫ്ളാറ്റുകളിലും ഷോപ്പിംഗ് മാളുകളിലും പണം ഇൻവെസ്റ്റ് ചെയ്തവർ അത് തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടു തുടങ്ങി. അവരുണ്ടാക്കിയ വീടുകളിലും ബിൽഡിങ്ങുകളിലും താമസിക്കാൻ പാടില്ലെന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങി. അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെന്നും ജയിലിലേക്ക് അയക്കണമെന്നും പറഞ്ഞ് പ്രക്ഷോഭങ്ങളുണ്ടായി. കറപ്റ്റ് R&R, റാസ്കൽ രാഹുൽ എന്നെല്ലാം ഹാഷ്ടാഗുകൾ ട്രെൻഡിംഗ് ആയി. R&R റെസിഡൻസിയിൽ വീടുകൾ ബുക്ക് ചെയ്തിരുന്നവർ അവരുടെ കൺസ്ട്രക്ഷൻ ഓഫീസിന് മുന്നിൽ പണം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ട് മുറവിളി കൂട്ടി. അകത്തു നിന്ന് പ്രതികരണമൊന്നും ഇല്ലാതിരുന്നപ്പോൾ ജനം കൂട്ടത്തോടെ അകത്തേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങി. അവസാനം അത് നിയന്ത്രിക്കാൻ പോലീസ് ഇറങ്ങേണ്ടി വന്നു. അകത്ത് രാഹുലിന്റെ അച്ഛൻ അനന്തൻ ആകെ പരിഭ്രമത്തിലായിരുന്നു. എല്ലാവരും ഇങ്ങനെ പണം ചോദിക്കാൻ മാത്രം ഒറ്റ രാത്രി കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല.
ഓഫീസിലുള്ള മുഴുവൻ സ്റ്റാഫുകളും അവിടെ ഉണ്ടായിരുന്നു. അവർ അദ്ദേഹത്തിന് ഇന്റർനെറ്റിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റുകൾ കാണിച്ചു കൊടുത്തു. അദ്ദേഹം ആകെ ഷോക്കായി സ്റ്റാഫുകളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ് സംഭവിച്ചത്? നമ്മുടെ എല്ലാ കമ്പനിയിൽ നിന്നും ഒരുമിച്ച് ആരാണ് തെളിവുകളെല്ലാം എടുത്തത്? ഏതെങ്കിലും ശത്രുക്കളുടെ പണിയാവുമെന്ന് ചിന്തിച്ച് അയാൾ ദേഷ്യത്തോടെ സിഇഒയുടെ നേർക്ക് നോക്കി പറഞ്ഞു, ആരാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് കണ്ടെത്തണം. അവരെന്റെ കൈ കിട്ടിയ പീസ് പീസാക്കി വെട്ടി നോർക്കും. അയാളുടെ സെക്രട്ടറി ചോദിച്ചു. പക്ഷെ സാർ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാര്യങ്ങളാകെ കൈവിട്ടു പോവുകയാണ്. അനന്തൻ പറഞ്ഞു, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് 1-2 ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം കാര്യമാണെങ്കിൽ ആർക്കെങ്കിലും കുറച്ചു പേർക്ക് കൈക്കൂലി കൊടുത്ത് ഇത് തലേന്ന് ഒഴിവാക്കായിരുന്നു. പക്ഷെ ഇത് ജനം മുഴുവൻ ഇളകിയിരിക്കുകയാണ്. ഈ ഡിജിറ്റൽ കാലത്ത് ഇന്റർനെറ്റിൽ എന്തെങ്കിലും ഒന്ന് വൈറലായി പോയാൽ പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്റെ തലയിൽ ഇപ്പൊ ഒന്നും വരുന്നില്ല. എന്താ ചെയ്യ? അയാൾ മാനേജരോട് പറഞ്ഞു, ആരാണ് നമ്മുടെ ഈ പുതിയ ശത്രു എന്ന് കണ്ടെത്തണം. ഈ അടുത്ത് ഞാൻ ആരുമായും പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് ഓർമ്മയില്ലല്ലോ. പിന്നെ ആരായിരിക്കും? അപ്പോൾ മാനേജർ പറഞ്ഞു, രാഹുൽ സാർ ഈ അടുത്തായി ഒരാളുമായി അടിയുണ്ടാക്കിയതായി ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ടാണ് രാഹുൽ സാർ ഇപ്പൊ ഓഫീസിലേക്ക് പോലും വരാത്തത്. എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. എന്തോ ഗൗരവമായ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിനെല്ലാം രാഹുൽ സാറിന്റെ അന്നത്തെ അടിയുമായി ബന്ധമുണ്ടെന്നാണ്. അതുകൊണ്ടാണ് സാറിനെയും ഇങ്ങോട്ട് കാണാത്തത്. ഇത് കേട്ട അനന്തൻ ഷോക്കായി. ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടും ആരും എന്നെ അറിയിച്ചില്ലല്ലോ. എത്ര ദിവസമായി ഇത് സംഭവിച്ചിട്ട്? മാനേജർ പറഞ്ഞു, സാർ, എത്ര ദിവസമായി എന്നൊന്നും അറിയില്ല. രാഹുൽ സാറിനെ വിളിച്ച ഡീറ്റെയിൽസ് കിട്ടുമായിരിക്കും. രാഹുൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നത് കൊണ്ട് അനന്തൻ ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. സാധാരണ ഫ്രണ്ട്സിന്റെ കൂടെ കറക്കമായതുകൊണ്ട് ഇതും അങ്ങനെയാണെന്നേ കരുതിയുള്ളൂ. അയാൾ വേഗം മകനെ വിളിച്ചു. രാഹുൽ ഫോൺ എടുത്തതും അച്ഛൻ ചോദിച്ചു, നീ എന്താ ഇപ്പൊ വീട്ടിലേക്ക് വരാത്തത്? രാഹുൽ പറഞ്ഞു, ഡാഡി എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ട്രിപ്പിലാ. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വീട്ടിലേക്ക് വരാം. അപ്പോൾ അനന്തൻ ദേഷ്യത്തോടെ ചോദിച്ചു, ട്രിപ്പിലാണോ അതോ ആരിൽ നിന്നെങ്കിലും ഒളിച്ചു നടക്കാണോ? രാഹുൽ വിറച്ചുകൊണ്ട് ചോദിച്ചു, ഡാഡി എന്താണ് ഈ പറയുന്നത്? അനന്തൻ പറഞ്ഞു, എന്താണെന്ന് നിനക്ക് അറിയില്ലല്ലേ? നമ്മുടെ കമ്പനികളിലെല്ലാം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നീ അറിയുന്നുണ്ടോ? ആരോ ഒരാൾ നമുക്കെതിരെ എന്താണ് ചെയ്തത് എന്നെങ്കിലും അറിഞ്ഞോ? ഫുൾ ടൈം ഫോണിലല്ലേ, എന്നിട്ടൊന്നും കണ്ടില്ലേ? ഇന്റർനെറ്റ് മുഴുവൻ ഇപ്പൊ നമ്മുടെ കമ്പനിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. രാഹുൽ പരിഭ്രമത്തോടെ ഫോൺ ചെക്ക് ചെയ്തു. അവന്റെ കമ്പനികളുടെ മുഴുവൻ റെപ്യൂട്ടേഷൻ തകർന്നത് അവൻ ഞെട്ടലോടെ കണ്ടു. കമ്പനിക്കെതിരെ ഒരുപാട് ക്രിമിനൽ ചാർജുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അവൻ അച്ഛനോട് പറഞ്ഞു, ഡാഡി, ഇത് വലിയ തട്ടിപ്പാണ്. അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു, നീയാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്നാണല്ലോ ഞാൻ കേട്ടത്. ഇങ്ങനൊരു പണി വരാൻ മാത്രം ഇത്തവണ നീ ആരോടാണ് ഇത്ര വലിയ അടിയുണ്ടാക്കിയത്? രാഹുൽ നിശബ്ദനായി നിന്നു. ഇതെല്ലാം ആരിന്റെ പണിയാണെന്ന് അവൻ ഉറപ്പായിരുന്നു. ആര്യൻ അർജുന്റെ കമ്പനി തകർത്തതും ഇതുപോലെയായിരുന്നു. ആര്യന്റെ കണ്ണിൽ പെടാതെ രക്ഷപ്പെടാൻ രാഹുലിനായെങ്കിലും ആര്യൻ അപ്പോൾ അവന്റെ കമ്പനികൾ ഓരോന്നായി നശിപ്പിക്കാൻ തുടങ്ങി. രാഹുൽ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവന്റെ അച്ഛന്റെ ദേഷ്യം കൂടി. നീ എവിടെയായിരുന്നാലും ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് എത്തണം. നമുക്ക് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. ഇത്തവണ രാഹുൽ തിരിച്ചു ചൂടായി. ഡാഡിക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. വന്നാ അവൻ എന്നെ ജീവനോടെ വിടില്ല. അനന്തൻ ഷോക്കായി. ആരാണ് നിന്നെ ജീവിക്കാൻ സമ്മതിക്കാത്തത്? ആർക്കാണ് നിന്നെ കൊല്ലേണ്ടത്? രാഹുൽ പറഞ്ഞു, ഡാഡി, അവൻ എന്തും ചെയ്യും. അവന് ഭ്രാന്താണ്. അവന്റെ കയ്യിൽ എവിടെ നിന്നാണ് ഇത്ര പെട്ടെന്ന് കോടികൾ വന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ റഫീഖ് ഭായിയുടെ അവിടെയാണുള്ളത്. എനിക്കിപ്പോ തിരിച്ചു വരാനാവില്ല. ആരിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് റഫീഖ് ഭായിയുടെ സഹായം കൂടിയേ തീരൂ. അനന്തൻ പെട്ടെന്ന് ചോദിച്ചു, ആര്യനോ? അതാരാണ്? രാഹുൽ മെല്ലെ പറഞ്ഞു. അവന്റെ മുഴുവൻ പേര് ആര്യൻ രജപുത്ര എന്നാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൻ സ്റ്റാർ മൂൺ റിസോർട്ട് വരെ വാങ്ങി. അവന് സിറ്റി ബാങ്കുമായി നല്ല കണക്ഷൻ ഉണ്ട്. പക്ഷെ അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എനിക്കിപ്പോഴും കണ്ടെത്താനായിട്ടില്ല. അവന്റെ അച്ഛൻ ആകാംക്ഷയോടെ ചോദിച്ചു, ആര്യൻ രജപുത്രയുമായി നീ എങ്ങനെ ഇത്ര വലിയ ശത്രുതയിലായി? രാഹുൽ അന്നയുടെ പ്രശ്നം മുതൽ ഓരോ കാര്യങ്ങളായി അവന്റെ അച്ഛനോടെല്ലാം പറഞ്ഞു. ആര്യൻ എങ്ങനെയാണ് അർജുനെ തകർത്തതെന്നും പറഞ്ഞു. അർജുന്റെ കമ്പനിയുടെ തകർച്ച ഒരു രഹസ്യമല്ലാതിരുന്നത് കൊണ്ട് അത് രാഹുലിന്റെ അച്ഛനും കേട്ടിരുന്നു. അയാൾ ആകെ പേടിച്ചു. അർജുന്റെ കുടുംബം വളരെ പവർഫുൾ ആണ്. എന്നിട്ട് ആര്യൻ അവരെ പോലും തകർത്തു കളഞ്ഞു. രാഹുൽ ആണെങ്കിൽ ആര്യനെ കൊല്ലാൻ വേണ്ടി അർജുനെ ജയിലിൽ നിന്നും ഇറക്കി അയച്ചെങ്കിലും ആ പ്ലാൻ ആകെ പാളിപ്പോയി. ഇതെല്ലാം അറിഞ്ഞ ആര്യൻ ഇനി രാഹുലിനെ വെറുതെ വിടില്ലെന്ന് അവന്റെ അച്ഛന് ഉറപ്പായിരുന്നു. അതിന്റെ ആദ്യപടി ആയിട്ടാവും ഈ കമ്പനികൾ തകർക്കുന്നത്. രാഹുലിന്റെ അച്ഛൻ ആകെ തളർന്ന് ചെയറിലിരുന്നു. പെട്ടെന്ന് അയാൾ രാഹുലിന് നേരെ അലറി, എടോ,
നീ എന്തൊക്കെയായി ചെയ്ത് കൂട്ടിയിരിക്കുന്നത്? നിന്നെ പോലൊരു മകൻ ഉണ്ടായതിലും ഭേദം മക്കൾ ഇല്ലാതെ ജീവിക്കുന്നതായിരുന്നു. നിനക്ക് പണ്ടേ ചത്തൂടായിരുന്നോ? എന്റെ ഇത്രയും കാലത്ത് അധ്വാനം മുഴുവൻ നീ കാരണം വേസ്റ്റ് ആയി പോയല്ലോ. അയാൾ രാഹുലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് HR ഹെഡ് അങ്ങോട്ടേക്ക് വന്നു. സാർ, ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. അതൊരു ഭീഷണിയാണ്. ഇനിയും അവർ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ കമ്പനിയെ സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ പുറത്തു വിടുമെന്ന്. അയാൾ ചോദിച്ചു, ആരുടെ ഇമെയിൽ ആണത്? എന്താണതിൽ പറയുന്നതെന്ന് വ്യക്തമായി പറയും. HR ഹെഡ് പറഞ്ഞു, സാർ, നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലെ മുഴുവൻ ജോലിക്കാരുടെയും കഴിഞ്ഞ 6 മാസത്തെ ശമ്പളം 24 മണിക്കൂറിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ കഴിഞ്ഞ 20 വർഷമായുള്ള നമ്മുടെ കമ്പനിയുടെ മുഴുവൻ അക്കൗണ്ട്സും അവർ വെളിയിൽ കൊണ്ടുവരുമെന്ന്. നമ്മൾ നടത്തിയ ടാക്സ് വെട്ടിപ്പുകളടക്കം. അനന്തൻ സംശയത്തോടെ ചോദിച്ചു, ആ തൊഴിലാളികളുടെ ശമ്പളവുമായി ആര്യൻ രജപുത്രയ്ക്ക് എന്ത് ബന്ധം? ശേഷം അയാൾ HR ഹെഡിനോട് പറഞ്ഞു, സാലറി പ്രശ്നങ്ങളെല്ലാം ആർക്കിടെക്ട് കമ്പനിയുടെ കീഴിലല്ലേ, നമ്മളതിൽ എന്ത് ചെയ്യാനാണ്? രാഹുൽ എപ്പോഴും ഫോണിന്റെ മറുവശത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഡാഡി, വെറുതെ തർക്കിച്ച് നിൽക്കല്ലേ. അവരുടെ കൂലി എത്രയും പെട്ടെന്ന് കൊടുക്കാൻ നോക്ക്. ഇപ്പോൾ ആരിനെ ശാന്തമാക്കുക എന്നതിനാണ് പ്രാധാന്യം. റഫീഖ് ഭായിയുടെ സഹായത്തോടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. തൽക്കാലം അവര് പറയുന്നത് ചെയ്യാം. അത് പറഞ്ഞ് രാഹുൽ ഫോൺ കട്ട് ചെയ്തു. അവന്റെ മനസ്സിൽ ആര്യനെ തകർക്കാനുള്ള ഒരു പ്ലാൻ നടക്കുകയായിരുന്നു. കുറച്ചു സമയം ഒന്ന് ചിന്തിച്ചു നിന്നതിന് ശേഷം അവൻ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്തു. രാഹുലിന്റെ പുതിയ പ്ലാൻ എന്താവും? 55. രാഹുലിന്റെ കമ്പനിയുടെ മുഴുവൻ ഇല്ലീഗൽ പ്രവർത്തനങ്ങളും ആര്യൻ വിഷ്ണുവിന്റെ സഹായത്തോടെ പുറത്തുവിട്ടു. അതേസമയം അച്ഛന്റെ സംസാരത്തിൽ നിന്ന് ഇതെല്ലാം ആര്യന്റെ പണിയാണെന്ന് രാഹുൽ മനസ്സിലാക്കിയിരുന്നു. അർജുനെ തകർക്കാനും ഇതേ പാറ്റേൺ തന്നെയായിരുന്നു ആര്യൻ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലം ആര്യനെ ഒന്നിലും പ്രകോപിപ്പിക്കാൻ പോകണ്ടെന്നും അവന്റെ ഡിമാൻഡുകൾ അംഗീകരിച്ചു കൊടുക്കാനും രാഹുൽ അച്ഛനോട് പറഞ്ഞു. പക്ഷെ ഇതിനൊരു പരിഹാരം കാണണമെന്ന് രാഹുൽ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അവൻ ഫോൺ എടുത്ത് റഫീഖ് ഭായിയുടെ നമ്പറിലേക്ക് വിളിച്ചു. റഫീഖ് ഫോൺ എടുത്തതും രാഹുൽ വളരെ താഴ്മയോടെ ചോദിച്ചു, ഹൗ ആർ യു റഫീഖ് ഭായ്? തന്റെ ആയുധ ഫാക്ടറിയിൽ സംഭവിച്ച പ്രശ്നങ്ങൾ കാരണം റഫീഖ് ഭായിയുടെ മനസ്സാകെ അസ്വസ്ഥമായി നിൽക്കുകയായിരുന്നു. അപ്പോഴത്തെ ദേഷ്യം കാരണം അയാൾ തന്റെ ഫാക്ടറിയിലെ ഒരുപാട് ഹൈ റാങ്കുള്ള ഓഫീസർമാരെ വെടിവെച്ചിരുന്നു. രാഹുൽ വിളിച്ചപ്പോൾ റഫീഖ് ദേഷ്യത്തോടെ പറഞ്ഞു, നേരെ കാര്യത്തിലേക്ക് വാ. എന്തിനാ ഇപ്പൊ വിളിച്ചത്? റഫീഖ് ഭായിക്ക് ഒരുപാട് കണക്ഷനുകളും പവറും ഉണ്ടെന്ന് രാഹുലിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആര്യന്റെ റിസോർട്ട് അയാൾ കടച്ചു പൂട്ടാനായത്. ആര്യനെതിരെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് റഫീഖിന് മാത്രമായിരിക്കും. അയാളുടെ ഫാക്ടറി തകർന്നതിന് പിന്നിലും ആര്യനാണെന്ന് രാഹുലിന് മനസ്സിലായിരുന്നു. അവൻ ഫോണിലൂടെ റഫീഖ് ഭായിയോട് പറഞ്ഞു, നിങ്ങളാകെ സങ്കടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. കോടികളുടെ നഷ്ടമല്ലേ ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്? റഫീഖ് ഭായ് പറഞ്ഞു, പണത്തിന്റെ മാത്രം കാര്യമായിരുന്നെങ്കിൽ ഞാനത് എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്തേനെ. പക്ഷെ ഞാൻ അറിയാതെ ഒരാൾ എന്റെ നേരെ കളിക്കാൻ ഇറങ്ങിയതാണ് എനിക്ക് ഒട്ടും സഹിക്കാനാവാത്തത്. എന്റെ ബിസിനസ് മാത്രമല്ല, മറ്റുള്ളവരുടെ മുമ്പിലുള്ള എന്റെ അഭിമാനം കൂടിയാണ് അവൻ തകർത്തത്. ഞാൻ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ പലയിടങ്ങളിലും എന്റെ ബിസിനസ് കൊണ്ടൊരു പേരുണ്ടാക്കിയെടുത്തിരുന്നു. എന്റെ ആയുധങ്ങൾ അത്രയും നിലവാരമുള്ളതായിരുന്നു. എല്ലാം സമയത്തിനെത്തിക്കുന്ന കാര്യത്തിൽ പോലും യാതൊരു വീഴ്ചയും എനിക്ക് ഇത്ര കാലം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ പ്രശ്നങ്ങൾ കാരണം എല്ലാം തകർന്നു. ഇതെല്ലാം ഞാൻ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കിയതല്ലായിരുന്നു. ഇപ്പൊ എന്റെ മനസ്സാകെ തകർന്നിരിക്കുകയാണ്. രാഹുൽ അയാളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ സങ്കടം എനിക്ക് മനസ്സിലാവും ഭായി. പക്ഷേ നിങ്ങളോട് ഇത് ചെയ്ത ആ ആളെ വെറുതെ വിടാനാണോ ഉദ്ദേശം? റഫീഖ് ഞെട്ടലോട് ചോദിച്ചു. ഇതെല്ലാം ആര് ചെയ്തെന്ന് നിനക്കറിയോ? രാഹുൽ പറഞ്ഞു, തീർച്ചയായും ഇതെല്ലാം ആ ആര്യന്റെ പണിയാണ്. റഫീഖ് അത്ഭുതത്തോടെ ചോദിച്ചു, ആര്യനോ? അവന്റെ റിസോർട്ടല്ലേ ഞാൻ പൂട്ടിച്ചത്. ഇപ്പോൾ അവൻ ആകെ തകർന്നിരിക്കുകയായിരിക്കുമല്ലോ. എന്നിട്ടും എന്നോട് ഇങ്ങനെയൊക്കെ കളിക്കാൻ മാത്രം അവന് ധൈര്യമുണ്ടോ? രാഹുൽ വിശദീകരിച്ചു, റഫീഖ് ഭായ്, അവൻ എത്ര ദൂരം വരെ പോകുമെന്ന് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. അവൻ ആ അർജുന്റെ മുഴുവൻ ബിസിനസ്സും തകർത്ത് കളഞ്ഞവനാണ്. അവനൊരു പ്രത്യേക തരം രീതിയാണ്. അവൻ എന്നെയും നിങ്ങളെയും അർജുനെയും എല്ലാം തകർക്കുന്നത് കണ്ടില്ലേ? ഞാൻ ഒരുപാട് കാലമായി അവനെ നിരീക്ഷിക്കുന്നു. അവൻ എല്ലാ കമ്പനികളുടെയും ഇന്റേണൽ വിവരങ്ങൾ ചോർത്തിയെടുത്ത് അതുപയോഗിച്ചാണ് എല്ലാവരെയും തകർക്കുന്നത്. അതാണ് അവന്റെ ഓപ്പറേഷന്റെ രീതി. റഫീഖ് ദേഷ്യത്തോടെ പറഞ്ഞു, എന്ത് ഓപ്പറേഷൻ ആണെങ്കിലും ശരി, ആ ആര്യനാണ് ഇതിന്റെ എല്ലാം പുറകിലെങ്കിൽ അവന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റഫീഖ് ഫോൺ കട്ട് ചെയ്തു. രാഹുൽ ചിരിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു, ആര്യൻ ഇനി നിന്നെ രക്ഷിക്കാൻ ആർക്കും ആവില്ല. വായി ഇളകി കഴിഞ്ഞു മോനെ. മറുവശത്ത് രാഹുലിന്റെ അച്ഛൻ അനന്തൻ കൺസ്ട്രക്ഷൻ സൈറ്റിലെ തൊഴിലാളികളുടെ സാലറികൾ മുഴുവൻ കൊടുത്തു തീർത്തു. അവർ ഒരുപാട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടും കിട്ടാത്തതാണ് ആര്യൻ ഒറ്റ ദിവസം കൊണ്ട് നേടിക്കൊടുത്തതെന്ന് അവർക്ക് വിശ്വസിക്കാനായില്ല.
അവർക്ക് ആര്യനോടുള്ള ബഹുമാനം വർദ്ധിക്കുക മാത്രമല്ല ഉണ്ടായത്, അവനു വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. അവരെല്ലാവരും രാഹുലിന്റെ കമ്പനിയിലേക്കുള്ള ജോലി മതിയാക്കി ആര്യന്റെ ഹോസ്പിറ്റലിന്റെ പണിയിലേക്ക് കയറി. അതോടുകൂടി രാഹുലിന്റെ ഫാക്ടറികളിലെ പ്രവർത്തനങ്ങളെല്ലാം നിന്നുപോയി. പ്രശ്നങ്ങൾ അതുകൊണ്ടും തീർന്നില്ല. ഓൺലൈനിൽ അപ്പോഴും ഒരുപാട് ഹാഷ്ടാഗുകൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നു. കുറെ ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. അനന്തൻ ആകെ ഷോക്കിലായി. ബിസിനസ് തകർന്നത് മാത്രമല്ല, ജയിലിലേക്ക് പോകാൻ വരെ സാധ്യതയുള്ള ഒരുപാട് കേസുകളാണ് ഇത് കാരണം അയാളുടെ മേൽ ചാർത്തപ്പെട്ടത്. അതേസമയം ലക്ഷ്മിയെയും പീറ്ററെയും മീറ്റ് ചെയ്തതിനു ശേഷം ആര്യൻ അവന്റെ ലിസ്റ്റിലുള്ള മൂന്നാമനെ കാണാൻ പോയി. ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് അയാൾ ആളുകളെ പറ്റിച്ചും തട്ടിച്ചും വളരെ കുത്തഴിഞ്ഞൊരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ജയിലിൽ നിന്ന് റിലീസ് ആയതിനു ശേഷം അയാൾ വളരെ ഡീസന്റ് ആയാണ് ജീവിക്കുന്നത്. തന്റെ മകളുടെ ജീവിതത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ അയാളുടെ ചിന്ത മുഴുവൻ. അതിനുവേണ്ടിയാണ് അയാൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്. പക്ഷെ ജയിലിൽ നിന്ന് ഇറങ്ങിയ ആളായതുകൊണ്ട് തന്നെ ആരും അയാൾക്ക് നല്ലൊരു ജോലി കൊടുത്തില്ല. കിട്ടുന്നതൊക്കെ ചെറിയ ഡ്രൈവിംഗ് ജോലികളോ അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ജോലികളോ ഒക്കെ ആയിരുന്നു. ആര്യനും മാഗിയും അയാളുടെ വീട്ടിലെത്തിയപ്പോൾ അത് ലോക്ക് ചെയ്തതായി കണ്ടു. അയാൾ മകളെ ഡേ കെയറിലാക്കിയിട്ടുണ്ടായിരുന്നു. അടുത്തുള്ളവർക്ക് പോലും അയാൾ എവിടെ പോയതാണെന്ന് അറിയില്ലായിരുന്നു. മാഗി അയൽപക്കത്ത് മറ്റുള്ളവരോട് ചോദിച്ചു, അയാളിപ്പോ കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അവർ പറഞ്ഞു, അയാളൊരു ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. എന്തെങ്കിലും എമർജൻസി വന്നാ അതിൽ വിളിച്ചാൽ മതി എന്നാണ് പറയാറ്. അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. മാഗി അവരുടെ കയ്യിൽ നിന്നും ആ നമ്പർ വാങ്ങി അതിലേക്ക് വിളിച്ചു നോക്കി. ഫോൺ എടുത്തതും അയാൾ ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങളുടെ ഫുഡ് ഡെലിവറി വന്നുകൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റിനകം അവിടെ എത്തും. അയാൾ ഒരു ഡെലിവറിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലേറ്റ് ആയത് കാരണം ആ കസ്റ്റമർ തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മാഗി വിളിച്ചപ്പോൾ ഇതും ആ കോളാകുമെന്ന് വിചാരിച്ചാണ് അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ മാഗി വേഗം പറഞ്ഞു, ഞാൻ ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഞാനൊരു ജോലിയുടെ കാര്യം പറയാനാണ് വിളിച്ചത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ തയ്യാറാണോ? എന്നാൽ മാഗി പറഞ്ഞു തീരുന്നതിന് മുൻപ് അയാൾ പറഞ്ഞു, ഞാൻ ആരുടെ കൂടെയും ജോലി ചെയ്യുന്നില്ല. എനിക്ക് വെറുതെ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കോൾ കട്ട് ചെയ്തു. അയാളുടെ പരുഷമായ പെരുമാറ്റം കണ്ടപ്പോൾ മാഗിക്ക് ദേഷ്യം വന്നെങ്കിലും അവൾ വീണ്ടും ആ നമ്പറിൽ വിളിച്ചു. അപ്പോൾ അയാൾ ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ബിൽഡിങ്ങിന് താഴെ എത്തിയിട്ടുണ്ട്. 1 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. അയാൾ ഫോൺ കട്ട് ചെയ്യാൻ നിൽക്കുന്നതിന് മുൻപ് മാഗി വേഗം പറഞ്ഞു, 1 നിമിഷം ഞാൻ പറയുന്നൊന്ന് കേക്ക്. വീണ്ടും അവളുടെ ശബ്ദം കേട്ട് അയാൾ പറഞ്ഞു, ഓ വീണ്ടും നീയായിരുന്നോ? നേരത്തെ വിളിച്ചപ്പോ തന്നെ ഞാൻ കാര്യം പറഞ്ഞല്ലേ. എനിക്ക് ആരുടെ കൂടെയും ജോലി ചെയ്യണ്ട. എന്റെ സമയം കളയാൻ നിൽക്കാതെ എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കൂ. അയാൾ ഒരിക്കൽ കൂടെ കോൾ കട്ട് ചെയ്തു. മാഗി ദേഷ്യത്തോടെ ആര്യന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇയാൾക്ക് ഭ്രാന്താണ്. ഞാൻ പറയുന്നത് കേൾക്കുന്ന പോലുമില്ല. ആര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ആര്യൻ മാഗിയുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി അയാളെ വിളിച്ചു. അയാൾ ഫോൺ എടുത്തതും ആര്യൻ പറഞ്ഞു, ഒരു ഫുഡ് ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ആവശ്യമുണ്ട്. നിങ്ങൾക്കതിന് 10,000 രൂപ സാലറി ആയി തരും. അപ്പുറത്ത് നിന്നും ഒരു ഷോക്കായ ശബ്ദം കേട്ടു. എത്ര? ആര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 10,000 മുഴുവനായി തരും. അപ്പോൾ അയാൾ തിരിച്ചു ചോദിച്ചു, എവിടെ നിന്നാണ് ഞാൻ സാധനം എടുക്കേണ്ടത്? എവിടെയാണ് ഡെലിവർ ചെയ്യേണ്ടത്? ആര്യൻ പറഞ്ഞു, ഞാനൊരു ഫുഡ് കോർട്ടിന്റെ അഡ്രസ്സും ബിൽ നമ്പറും തരാം. ബില്ലെല്ലാം ആദ്യമേ അടച്ചതാണ്. നിങ്ങളത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് 1/2 മണിക്കൂറിനുള്ളിൽ ഞാൻ പറയുന്ന റിസോർട്ടിൽ എത്തിച്ചാൽ മതി. അയാൾ പറഞ്ഞു, ഓക്കെ, അഡ്രസ്സും ബിൽ നമ്പറും തരൂ. ഡെലിവറി കറക്റ്റ് സമയത്ത് എത്തിച്ചിരിക്കും. എന്നിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. ഉടനെ തന്നെ മാഗി അഡ്രസ്സും റിസോർട്ടിന്റെ പേരും അടക്കം അയാളുടെ നമ്പറിലേക്ക് അയച്ചു കൊടുത്തു. അയാളത് സമ്മതിച്ചെങ്കിലും അയാളുടെ ഉള്ളിൽ ചില സംശയങ്ങൾ തോന്നി. ഒരു ചെറിയ ഫുഡ് ഡെലിവറിക്ക് വേണ്ടി എന്തിനായിരിക്കും 10,000 രൂപയൊക്കെ തരുന്നത്? പഴയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അയാൾക്കിപ്പോൾ ആരെയും പൂർണ്ണമായി വിശ്വാസമില്ലായിരുന്നു. എങ്കിലും ആ പണം അയാളെ സംബന്ധിച്ച് വലിയ തുക ആയിരുന്നതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ അയാൾ തയ്യാറായി. ആര്യനും മാഗിയും അപ്പോഴേക്കും റിസോർട്ടിലേക്ക് എത്തി. ആര്യൻ തന്റെ ഓഫീസ് മുറിയിൽ ഇരുന്ന് CCTVയിൽ എല്ലാം കാണുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ റിസോർട്ടിന്റെ മുമ്പിൽ ഒരു ചുവന്ന സ്കൂട്ടറിൽ അയാൾ വന്നു. അയാളെ കണ്ടതും മാഗി ആര്യനോട് പറഞ്ഞു, യെസ്, ഇതാണ് അയാൾ. പക്ഷേ അയാൾ നമുക്ക് വേണ്ടി ജോലി ചെയ്യാൻ തയ്യാറായില്ലെങ്കിലോ? ആര്യൻ പറഞ്ഞു, ഞാൻ ആരെയും നിർബന്ധിക്കില്ല. ആദ്യം അയാളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അയാൾ സമ്മതിക്കുകയാണെങ്കിൽ നല്ലത്. ഇനി ഇല്ലെങ്കിൽ അയാൾ നിർബന്ധിക്കണ്ട. നമ്മൾ അങ്ങനെ നിർബന്ധിച്ച് അയാളെ ടീമിൽ എടുക്കുകയാണെങ്കിൽ അയാൾ പിന്നെ ഒരിക്കലും വിശ്വസ്തനായിരിക്കില്ല. വിശ്വസ്തതയാണ് നമ്മുടെ ജോലിയുടെ ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പോൾ സെക്യൂരിറ്റി ടീം ആര്യനെ താഴെ നിന്നും ഫോണിൽ വിളിച്ചു. സർ, ഫുഡ് ഡെലിവറിയുമായി ഒരാളിവിടെ വന്നിട്ടുണ്ട്. അയാളുടെ കയ്യിൽ സാറിന്റെ ഫോൺ നമ്പർ ഉണ്ട്. ആര്യൻ പറഞ്ഞു, അയാളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്ക്. സെക്യൂരിറ്റി അയാളെയും കൂട്ടി
ആര്യന്റെ ഓഫീസ് മുറിയിലേക്ക് നടന്നു. ഓരോ ഫ്ലോറിലേക്ക് കടക്കുമ്പോഴും അയാൾ കൂടുതൽ കൂടുതൽ അത്ഭുതപ്പെട്ടു. സുന്ദരികളായ സ്റ്റാഫുകൾ, മനോഹരമായ ഇന്റീരിയർ, റോയൽ അന്തരീക്ഷം. അയാൾ ജീവിതത്തിൽ അത്രയും ലക്ഷറിയായ റിസോർട്ട് മുമ്പൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഇത്രയും വലിയ റിസോർട്ടിൽ താമസിക്കുന്നയാൾ എന്തുകൊണ്ടായിരിക്കും ഒരു സാധാരണ ഫുഡ് കോർട്ടിൽ നിന്നും ഭക്ഷണം ഓർഡർ ചെയ്തതെന്ന് അയാൾ അത്ഭുതപ്പെട്ടു. അകത്തേക്ക് കൂടുതൽ നടക്കും തോറും ഇത് ഫുഡ് ഡെലിവറി അല്ല, മറിച്ച് മറ്റെന്തോ കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് അയാളുടെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞുകൊണ്ടിരുന്നു. അയാൾ ആ സെക്യൂരിറ്റിയോട് ചോദിച്ചു, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? സെക്യൂരിറ്റി പറഞ്ഞു, നിങ്ങൾ എന്നെ കാണിച്ച ആ ഫോൺ നമ്പർ ഈ റിസോർട്ടിന്റെ ഓണറുടേതാണ്. ഇത് കേട്ട അയാൾ ഞെട്ടിപ്പോയി. ഇതുപോലെ ഒരു റിസോർട്ടിന്റെ ഓണർ ഒരു സാധാരണ ഫുഡ് കോർട്ടിൽ നിന്നും ഭക്ഷണം ഓർഡർ ചെയ്യുകയോ? അതൊരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അയാളുടെ ഉള്ളിൽ കൂടുതൽ സംശയം മുറുകി. താൻ മുമ്പ് ഉപേക്ഷിച്ച ആ ജോലിയിലേക്ക് വീണ്ടും തന്നെ തിരിച്ചു വിളിക്കാനുള്ള പോക്കാണിതെന്ന് അയാൾക്ക് തോന്നി. തിരിച്ചു പോയാലോ എന്ന് അയാൾ ചിന്തിച്ചു. പെട്ടെന്ന് ആ സെക്യൂരിറ്റി ഗാർഡ് അവനോട് പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ സാറിന്റെ ഓഫീസ്, അകത്തേക്ക് പോയിക്കൊള്ളൂ. അപ്പോൾ അയാൾ സെക്യൂരിറ്റിയോട് ചോദിച്ചു, നിങ്ങളുടെ റിസോർട്ടിലുള്ള ഷെഫുകൾ നല്ല ഭക്ഷണം ഉണ്ടാക്കാറില്ലേ? നിങ്ങളുടെ ബോസ് എന്തിനാണ് പുറത്തു നിന്നും ഭക്ഷണം ഓർഡർ ചെയ്തത്, അതും ഒരു സാധാരണ ഫുഡ് കോർട്ടിൽ നിന്ന്? സെക്യൂരിറ്റി അയാളെ ചീത്ത പറഞ്ഞു. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്? മിണ്ടാതെ പോയി സാറിനെ കാണ്, അപ്പൊ അറിയാൻ കാര്യങ്ങള്. സെക്യൂരിറ്റി അവിടെ നിന്നും പോയി. അയാൾ കുറച്ചു നേരം ആര്യന്റെ ഓഫീസിന്റെ മുമ്പിൽ ഒന്ന് ആലോചിച്ച് നിന്നതിന് ശേഷം ഒരു ദീർഘനിശ്വാസം എടുത്ത് ഓഫീസിന്റെ അകത്തേക്ക് നടന്നു. അയാൾ കയറിയപ്പോൾ ആര്യൻ അവിടെ റോയൽ ചെയറിൽ ഇരിക്കുന്നത് കണ്ടു. അയാൾ ഒരു നിമിഷം കണ്ണിമ വെട്ടാതെ ആര്യനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ഒരു 21 വയസ്സായ പയ്യൻ ഇതുപോലെ ഒരു വലിയ റിസോർട്ടിന്റെ ഓണറാണെന്ന് അയാൾക്ക് വിശ്വസിക്കാനായില്ല. മാഗി അവന്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയായിരിക്കും നേരത്തെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നത് എന്ന് അയാൾ ഊഹിച്ചു. മുമ്പത്തെ അനുഭവം വെച്ച് അയാൾക്ക് നിരീക്ഷണ പാടവം കൂടുതലായിരുന്നു. ആര്യനെ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് അവൻ നല്ലൊരു ലീഡർഷിപ്പ് പവറുള്ള ആളാണെന്ന് മനസ്സിലായി. എങ്കിലും അയാളുടെ ഉള്ളിൽ നല്ല പരിഭ്രമം ഉണ്ടായിരുന്നു. അയാൾ ആര്യന്റെ മുമ്പിലെ ടേബിളിൽ ഭക്ഷണം വെച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, യുവർ ഡെലിവറി സാർ. ആദ്യം അയാൾ ഫുഡ് ടേബിളിൽ വെച്ച് അപ്പോൾ തന്നെ അവിടെ നിന്നും പോകാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. എന്നാൽ ആര്യന്റെ ആത്മവിശ്വാസത്തോടെയുള്ള ആ നോട്ടം കണ്ടപ്പോൾ അയാൾ പോവാതെ അവിടെ തന്നെ നിന്നു. ആര്യനൊന്നും പറയാതെ ആ ഫുഡ് പാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് അത് ടേസ്റ്റ് നോക്കി. ഡെലീഷ്യസ്. നിങ്ങൾക്കറിയാമോ, ഞാൻ എന്റെ കുടുംബത്തിന്റെ ചില പാരമ്പര്യ നിയമങ്ങൾ അനുസരിച്ച് കുറച്ചു കാലം ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ ഫുഡ് കോർട്ടിൽ നിന്നായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. ഇന്നേ വരെ ഒരു 5 സ്റ്റാർ റെസ്റ്റോറന്റിനും ഈ ടേസ്റ്റ് തരാനായിട്ടില്ല. താങ്ക് യു. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാനിത് വീണ്ടും കഴിക്കുന്നത്. അത് കേട്ട അയാൾ ഞെട്ടലോട് ചോദിച്ചു, കുടുംബത്തിന്റെ നിയമങ്ങളോ? നിങ്ങൾ രജപുത്ര കുടുംബത്തിലെ അനന്തരാവകാശിയാണോ? അതുപോലുള്ള കഠിനമായ നിയമങ്ങൾ രജപുത്ര കുടുംബത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അയാൾ അത് ചോദിച്ചതും മാഗി പറഞ്ഞു, യെസ്, യു ആർ റൈറ്റ്. ഇദ്ദേഹം രജപുത്ര ഫാമിലിയിൽ നിന്നാണ്. ആര്യൻ രജപുത്ര. അത് കേട്ടതും അയാൾ ഞെട്ടിത്തെറിച്ചു. ഒരുപാട് കാലം അണ്ടർവേൾഡുമായി കണക്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ രജപുത്ര കുടുംബത്തിന്റെ പവറും സ്വാധീനവും എത്രത്തോളം ഉണ്ടെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരിൽ ഒരാളായ ആര്യൻ രജപുത്രയുടെ മുമ്പിലാണ് താൻ നിൽക്കുന്നതെന്ന് അയാൾക്ക് വിശ്വസിക്കാനായില്ല. ആര്യൻ കഴിക്കുന്നത് നോക്കി അയാൾ അവിടെ തന്നെ കുറച്ച് സമയം നിന്നു. അവസാനം കുറച്ച് ധൈര്യം വീണ്ടെടുത്ത് അയാൾ ആര്യനോട് ചോദിച്ചു, സാർ, എന്തിനാണ് ഇവിടേക്ക് വിളിപ്പിച്ചതെന്ന് പറയാമോ? നിങ്ങൾക്ക് ഫുഡ് ഡെലിവർ ചെയ്തു തരാൻ ഒരുപാട് പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നിട്ട് നിങ്ങൾ എന്നെ പോലെ ഒരാളെ വിളിച്ചതിൽ എന്തോ കാര്യം ഉണ്ടാവുമല്ലോ. ആര്യൻ പറഞ്ഞു, നിങ്ങളുടെ നിരീക്ഷണം ശരിയാണ്. പക്ഷേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? എനിക്ക് തെറ്റായ യാതൊരു ഉദ്ദേശവുമില്ല. നിങ്ങൾ എന്റെ കൂടെ ഭാവിയിൽ ജോലി ചെയ്യണം എന്നതാണ് എന്റെ ആവശ്യം. ആര്യന്റെ ഓഫർ കേട്ട അയാൾ ഒരു നിമിഷം ആലോചിച്ചു. രജപുത്ര കുടുംബത്തിന്റെ അനന്തരാവകാശി നേരിട്ട് വന്ന് ഇങ്ങനെയൊരു ഓഫർ തരിക എന്നത് ചില്ലറ കാര്യമല്ലെന്ന് അയാൾക്കും അറിയാം. ആര്യനോട് നോ എന്ന് പറയാനും അയാൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അവൻ വിചാരിച്ചാൽ തന്റെ ജീവിതം നന്നായി മുമ്പോട്ട് കൊണ്ടുപോകാനാവുമെന്ന് അയാൾക്കറിയാമായിരുന്നു. പക്ഷെ എന്നിട്ടും അയാളുടെ പഴയ ക്രിമിനൽ ലൈഫിലേക്ക് പോവാൻ അയാൾ ആഗ്രഹിച്ചില്ല. എന്താണ് ചെയ്യേണ്ടത് എന്ന കൺഫ്യൂഷനിൽ അയാൾ അവിടെ തന്നെ നിന്നു. അയാൾ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക? അധ്യായം 56. ആര്യൻ തന്റെ ഇന്റലിജൻസ് ടീമിലേക്കുള്ള 3ാമത്തെ ആളെയും സെലക്ട് ചെയ്തു. അയാൾക്ക് ജോലി ഓഫർ ചെയ്യുകയും ചെയ്തു. എന്നാൽ അയാൾ കുറച്ച് ടെൻഷനിലായിരുന്നു. രജപുത്ര കുടുംബത്തിന്റെ പവർ എത്രത്തോളമാണെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആര്യനെ എതിർക്കാനുള്ള ധൈര്യം അയാൾക്കുണ്ടായിരുന്നില്ല. അതേസമയം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനും അയാൾക്ക് ആഗ്രഹമില്ലായിരുന്നു. ആര്യനോട് എന്ത് പറയണമെന്നറിയാതെ അയാൾ നിൽക്കുന്നത് കണ്ടപ്പോൾ അത് മനസ്സിലായതുപോലെ ആര്യൻ പറഞ്ഞു, ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ്
നിങ്ങൾ വളരെ ലേവിഷായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇതുപോലെ ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെപ്പോലെ വളരെ ടാലന്റഡ് ആയ ഒരാൾ ഇതിനേക്കാൾ ഒരു ബെറ്റർ ജീവിതം അർഹിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നിങ്ങളെ എന്തെങ്കിലും മോഷണത്തിനോ അടിപിടിക്കോ ഒന്നുമല്ല വിളിക്കുന്നത്. എന്നെ കണ്ടിട്ട് നിങ്ങളെപ്പോലെ ഒരാളെ ഞാൻ അതിനു വേണ്ടി തെരഞ്ഞെടുക്കും എന്ന് തോന്നുന്നുണ്ടോ? അത് കേട്ട അയാൾ കൂടുതൽ കൺഫ്യൂഷനിലായി. സർ, അതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്നെ കൊണ്ട് സാറിന് എന്താണ് ഉപയോഗം? എനിക്കിതൊക്കെ മാത്രമേ ചെയ്യാൻ അറിയൂ, ആര്യൻ പറഞ്ഞു. ഇതെന്തെങ്കിലും ചതിക്കോ വഞ്ചനയ്ക്കോ ഒന്നുമല്ല. നിങ്ങളുടെ പ്ലാനിങ് സ്കില്ലാണ് എനിക്ക് വേണ്ടത്. ഏത് കാര്യം നടപ്പാക്കുമ്പോഴും നിങ്ങൾക്ക് നല്ല പ്ലാനിങ് ഉണ്ടാവാറുണ്ടല്ലോ. നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. നിങ്ങൾ 3 പേരും ഒരു ടീമായല്ലേ ജോലി ചെയ്തിരുന്നത്? അതിൽ മറ്റ് 2 പേരുടെയും ബുദ്ധിമോശം കൊണ്ടല്ലേ നിങ്ങൾ പിടിക്കപ്പെട്ടത്? അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി ആരും അറിയില്ലായിരുന്നു. അതുമാത്രമല്ല, നിങ്ങളുടെ മകളുടെ അമ്മയെ നിങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അവര് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ജയിലിലേക്ക് പോകാൻ തീരുമാനിച്ചത്? അല്ലെങ്കിൽ നിങ്ങളെ പിടിക്കാൻ ആർക്കും സാധിക്കില്ലായിരുന്നു. ഇന്നത്തെ ഈ മോഡേൺ പ്രണയത്തിന്റെ കാലത്ത് നിങ്ങളുടെ പ്രണയിനിയോടുള്ള നിങ്ങളുടെ സ്നേഹമാണ് നിങ്ങളെ വേറിട്ട് നിർത്തുന്നത്. ഞാൻ ഏത് കുടുംബത്തിൽ നിന്നുള്ളതാണെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ. പക്ഷെ അതുപോലെ ഒരു വലിയ സാമ്രാജ്യം എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. നിങ്ങളെപ്പോലെ സത്യസന്ധരായ ആളുകളുടെ സഹായം എനിക്ക് വേണം. എന്റെ ടീമിൽ ചേരാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നയിക്കാനാവും. എന്ന് മാത്രമല്ല, നിങ്ങളുടെ മകൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ലൊരു ഭാവിയും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അയാൾ അല്പനേരം ചിന്തിച്ചതിന് ശേഷം ചിരിച്ചുകൊണ്ട് ആര്യനോട് പറഞ്ഞു, സർ, സാറിന്റെ കൂടെ ജോലി ചെയ്യാൻ മാത്രം കഴിവ് എനിക്കുണ്ടെന്ന് സാറിന് തോന്നിയത് തന്നെ വലിയ കാര്യം. എനിക്ക് ദൈവത്തിലൊന്നും വലിയ വിശ്വാസമില്ല. പക്ഷെ ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് നല്ലൊരു മനുഷ്യനെ ജീവിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ എന്റെ സാഹചര്യങ്ങൾ എന്നെ അതിന് അനുവദിച്ചിരുന്നില്ല. ഞാൻ ഒരുപാട് തകർന്നു പോയിരുന്നു. ഇപ്പോൾ അതിൽ നിന്നെല്ലാം കരകയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ഈ വരവ് എനിക്കിപ്പോൾ ഒരു അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്റെ മകളാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ടത്. അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം എന്നതാണ് ഇപ്പോൾ എന്റെ ആഗ്രഹം. എന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് യാതൊരു പരാതിയും പറയാനുണ്ടാവില്ലെന്ന് ഞാൻ വാക്കു തരുന്നു. ആര്യൻ ചെയറിൽ നിന്നും എഴുന്നേറ്റ് അയാളുടെ നേരെ ചെന്ന് തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, താങ്ക് യു സോ മച്ച്. ഇന്നു മുതൽ നമ്മളെല്ലാം ഒരു ടീമാണ്. ഒരു ബോസ് സെർവന്റ് ബന്ധമായൊന്നും ഇതിനെ കാണണ്ട. വെൽക്കം ടു മൈ ഫാമിലി. അയാൾക്ക് ആര്യനോട് വളരെയധികം മതിപ്പ് തോന്നി. ആര്യനോട് നന്ദി പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും പോയി. അപ്പോൾ മാഗി ആര്യനോട് ചോദിച്ചു, സർ, ഇയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അത് നന്നായി തന്നെ മാനേജ് ചെയ്തു. ഇയാളും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്റലിജൻസ് സിസ്റ്റം കൂടുതൽ കരുത്തുള്ളതാവും, ആര്യൻ പറഞ്ഞു. ഇപ്പൊ എനിക്ക് വിഷ്ണു അടക്കം 4 പേരായി. ഇനി എല്ലാവരെയും പരസ്പരം പരിചയപ്പെടുത്തുക. എല്ലാറ്റിന്റെയും മുകളിൽ നീ ഉണ്ടാവും മാഗി. പിന്നെ ഇവരും. ഇതുപോലെ ഒരു ടീം കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ലോകം തന്നെ കീഴടക്കാം. മാഗി അത് കേട്ട് അഭിമാനത്തോടെ ചിരിച്ചു. അതേസമയം റഫീഖ് ദേഷ്യം കൊണ്ട് തിളച്ചു മറിയുകയായിരുന്നു. ആര്യനെ കുറിച്ച് അന്വേഷിക്കാൻ അയാൾ അയാളുടെ ഫുൾ ടീമിനോടും പറഞ്ഞിരുന്നു. അവർ ആര്യനെ കുറിച്ച് അന്വേഷിച്ചറിഞ്ഞ വിവരങ്ങളെല്ലാം റഫീഖിന്റെ മുന്നിലുള്ള ടേബിളിൽ നിരന്നു കിടന്നു. അതിലെല്ലാം ഒറ്റ കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആര്യൻ പാവപ്പെട്ട വീട്ടിൽ നിന്നും വരുന്ന ഒരു കോളേജ് പയ്യനാണെന്നായിരുന്നു അത്. റഫീഖ് അയാളുടെ ആളുകളോട് അലറി, വിഡ്ഢികളെ, നിങ്ങളെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ലേ? അവൻ അത്ര ദരിദ്രനാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവൻ സ്റ്റാർ മൂൺ പോലെ ഒരു റിസോർട്ട് വാങ്ങിയത്? ഒരാൾക്ക് ലക്ഷങ്ങളുടെ ലോട്ടറി അടിച്ചാൽ പോലും അതുപോലൊരു റിസോർട്ട് വാങ്ങുക എന്നത് ചില്ലറ കാര്യമല്ല. അതിന്റെ ഓണർ ഇതുപോലൊരു തെമ്മാടിക്ക് റിസോർട്ട് വിൽക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അവന് സിറ്റി ബാങ്കുമായും കണക്ഷൻ ഉണ്ടെന്നാണ് രാഹുൽ പറഞ്ഞത്. അതെങ്ങനെ സാധിക്കും? അതുപോലെ അവൻ ഒന്നിനും കഴിയാത്തവനാണെങ്കിൽ എങ്ങനെയാണ് എന്റെ ഫാക്ടറിയിലെ വലിയ ആയുധങ്ങൾ നിമിഷ നേരം കൊണ്ട് തകർത്തത്? റഫീഖ് ദേഷ്യത്തോടെ ആ ടേബിൾ തട്ടിയിട്ടു. എന്നിട്ട് ഉറക്കെ അലറി വിളിച്ചു. അത് കേട്ടിട്ട് എന്ന പോലെ കരുത്തനായൊരു മനുഷ്യൻ അങ്ങോട്ടേക്ക് ഓടി വന്നു. അയാളെ കണ്ട റഫീഖ് പറഞ്ഞു, സുൽത്താൻ, ഇവരെ കൊണ്ടൊന്നും ഒരു ഉപകാരവും ഇല്ല. നീ എന്തായാലും നിന്റേതായ വഴിക്ക് എല്ലാം ഒന്ന് അന്വേഷിക്കേ. വേഗം വേണം. സുൽത്താൻ ശരിയെന്ന് മൂളിക്കൊണ്ട് വന്ന വേഗത്തിൽ തന്നെ തിരികെ പോയി. റഫീഖാക്ക് ടെൻഷനിലായിരുന്നു. ആര്യൻ ഒരു ചെറിയ പുള്ളിയൊന്നുമല്ലെന്ന് അതിനകം തന്നെ റഫീഖ് ഭായിക്ക് മനസ്സിലായിരുന്നു. ആര്യൻ ആർക്കും കടന്നു ചെല്ലാനാവാത്ത വിധം അവന്റെ ചുറ്റും ഒരു മറ തീർത്തിട്ടുണ്ടെന്ന് അയാൾക്ക് തോന്നി. അതുകൊണ്ടാണ് അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആർക്കും ലഭിക്കാത്തത്. അപ്പോഴാണ് റഫീഖ് വൈകിയെ കുറിച്ച് ഓർത്തത്. റഫീഖ് വൈകിയുടെ നമ്പറിലേക്ക് വിളിച്ചു. അയാളുടെ നമ്പർ ഫോണിൽ കണ്ടതും വൈകി ആകെ ടെൻഷനിലായി. റഫീഖും ആര്യനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. രാഹുൽ റഫീഖിന്റെ വീട്ടിലാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് വൈകിയായിരുന്നു ആര്യന് വിവരം കൊടുത്തത്. അതിനുശേഷം അവർ 2 പേരുടെയും ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആര്യനോട് തൽക്കാലം പിന്മാറാൻ പറഞ്ഞതുകൊണ്ട് അവന് തന്നോട് ദേഷ്യമുണ്ടാവുമോ എന്ന് അവൾക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ റഫീഖ് ഇപ്പോൾ എന്തിനായിരിക്കും തന്നെ വിളിക്കുന്നത്?
അത് ആലോചിച്ചപ്പോൾ തന്നെ അവളുടെ നെറ്റിയിൽ നിന്നും വിയർപ്പൊഴുകാൻ തുടങ്ങി. അവളുടെ കണ്ണിൽ റഫീഖും ആര്യനും രണ്ട് രാക്ഷസന്മാരായിരുന്നു. അവരുടെ ഇടയിൽ താൻ വെറും എലി മാത്രം. അവരിൽ ആരുടെ കൂടെ നിന്നാലും തനിക്ക് പ്രശ്നമാണ്. വൈക പേടിയോടെ റഫീഖിനെ കോൾ അറ്റൻഡ് ചെയ്തു. അവൾ ഫോൺ എടുത്തതും അയാൾ പറഞ്ഞു, ഹലോ വൈക, ഹൗ ആർ യു മൈ ഡിയർ? റഫീഖിന്റെ സ്നേഹത്തോടെയുള്ള സംസാരം കേട്ടതും എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തന്നെ വൈകിക്ക് തോന്നി. അവൾ അവളുടെ പേടി മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു, ഐ എം ഫൈൻ ബൈ. എന്താണ് ഇന്ന് എന്നെ കുറിച്ച് ഓർക്കാൻ കാരണം? റഫീഖ് വീണ്ടും അതുപോലെ തന്നെ പറഞ്ഞു, ഞാൻ എപ്പോഴും നിന്നെ കുറിച്ച് ഓർക്കാറുണ്ട് വൈക. ഞാനിപ്പോ കുറച്ച് തിരക്കിലായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അവിടെ വന്ന് നിന്നെ കണ്ടേനെ. പിന്നെ ഞാൻ നിന്നോടൊരു സഹായം ചോദിക്കാനാണ് വിളിച്ചത്. അത് കേട്ട വൈക വീണ്ടും ടെൻഷനിലായി. പരിഭ്രമത്തോടെ അവൾ ചോദിച്ചു, പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? റഫീഖ് അവളോട് ചോദിച്ചു, ആരാണ് ഈ ആര്യൻ രജപുത്ര? എന്താണ് അവന്റെ ബാക്ക്ഗ്രൗണ്ട്? അവൻ എവിടെ നിന്നുമാണ് ഇത്രയും പണം കിട്ടിയത്? എനിക്ക് എല്ലാ ഡീറ്റെയിൽസും വേണം. ഇത് കേട്ടതും വൈഗയുടെ കയ്യിൽ നിന്നും അറിയാതെ ഫോൺ വീണുപോയി. ഈ രണ്ടു പേർക്കിടയിൽ താൻ പെട്ടുപോകുമെന്ന് അവൾക്ക് മുമ്പേ ഉറപ്പായിരുന്നു. റഫീഖിനോട് ഇപ്പോൾ വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്താൽ താൻ എന്തായാലും ആര്യന്റെ ശത്രുവായി മാറുമെന്ന് വൈകിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആര്യൻ അല്ലെങ്കിൽ തന്നെ അവളോട് ദേഷ്യമുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു. ഇനി റഫീഖിന്റെ കൂടെ താൻ നിൽക്കുക കൂടി ചെയ്താൽ ആര്യൻ തന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കിയേക്കും എന്ന് അവൾ ഭയപ്പെട്ടു. എങ്കിലും റഫീഖിനെ നേരിട്ട് എതിർക്കാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു. അവനുമൊട്ടും മോശമല്ല. ആര്യൻ റഫീഖിന്റെ ഫാക്ടറി തകർത്ത വിവരമൊക്കെ വൈകി അറിഞ്ഞിരുന്നു. അതിന്റെ ദേഷ്യത്തിൽ നിൽക്കുന്ന റഫീഖിനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമുണ്ടാവില്ല. അവനെ എതിർത്താൽ ഈ ബാർ അടക്കം അവൻ കത്തിക്കുമെന്ന് വൈകി ഉറപ്പിച്ചു. അവൾ പേടികൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ആ രണ്ട് കരുത്തരായ ആളുകളുടെ ഇടയിൽ അവൾ ശരിക്കും പെട്ടുപോയി. അതുപോലെ ഒരു സിറ്റുവേഷൻ മുമ്പെങ്ങും അവൾക്ക് ഉണ്ടായിട്ടില്ല. വൈക മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ റഫീഖ് വീണ്ടും പറഞ്ഞു, വൈക, നിനക്കത് ചെറിയ കാര്യമാണെന്ന് എനിക്കറിയാം. നീ നിന്റെ വില പറഞ്ഞാൽ മതി. അത് എത്രയാണെങ്കിലും ഞാനത് തരാം. പക്ഷെ ആ പയ്യനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് ഇപ്പോൾ തന്നെ കിട്ടണം. വൈക മടിയോടെ മെല്ലെ പറഞ്ഞു, റഫീഖ് ഭായ്, എനിക്ക് ആര്യനെ കുറിച്ച് കാര്യമായൊന്നും അറിയില്ല. അവനേക്കാൾ പവർഫുള്ളായി ആരും ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് മാത്രമേ എനിക്കറിയൂ. റഫീഖ് ദേഷ്യത്തോടെ അലറി, എന്ത് വിഡിത്തമാണ് നീ പറയുന്നത്? ഞാൻ എത്ര പവർഫുൾ ആണെന്ന് നിനക്കറിയില്ലേ? അതിനേക്കാൾ വലുതാണോ അവൻ? വൈക പേടിയോടെ പറഞ്ഞു, അതൊക്കെ ശരിയാണ്. എനിക്ക് നിങ്ങളുടെ സ്വാധീനവും പവറും എല്ലാം അറിയാം. പക്ഷെ ആര്യൻ അതിനേക്കാളും മുകളിലാണ്. റഫീഖ് പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു, അവനെ കുറിച്ച് അറിയാവുന്ന എല്ലാം പറ. വൈക വിറച്ചുകൊണ്ട് പറഞ്ഞു, റഫീഖ്, എനിക്ക് എന്റെ ബിസിനസ്സിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. നിങ്ങളും ആര്യനും തമ്മിലുള്ള പ്രശ്നത്തിൽ എനിക്ക് രണ്ടിന്റെയും ഇടയിൽ നിൽക്കാനേ പറ്റൂ. ആര്യനും നിങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു. പക്ഷെ ഞാൻ അവനോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് കേട്ട റഫീഖ് കൂടുതൽ ദേഷ്യത്തോടെ പറഞ്ഞു, അങ്ങനെ നീയൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എന്റെ ആയുധ ഫാക്ടറിയെ കുറിച്ച് അവൻ അറിഞ്ഞത്? വൈക പറയുന്ന ഒരു കാര്യവും റഫീഖിന് വിശ്വാസമില്ലായിരുന്നു. അവൾ ആര്യന്റെ കൂടെയാണ് നിൽക്കുന്നത് എന്നായിരുന്നു അവന്റെ വിശ്വാസം. തന്റെ ആയുധ ഫാക്ടറിയെ കുറിച്ച് വൈകിയായിരിക്കും ആര്യനോട് പറഞ്ഞത് എന്ന് റഫീഖ് ഉറപ്പിച്ചു. അയാൾ വൈകിയോട് ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു, നിന്റെ ബിസിനസ് പ്രിൻസിപ്പൾസ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ പ്രിൻസിപ്പൾസും സത്യസന്ധതയും എല്ലാം പണത്തിനെ ചുറ്റിപ്പറ്റിയാണ്. പണം കിട്ടിയാൽ നീ ആരെയും നിൽക്കും. ആ പയ്യൻ നിനക്ക് നന്നായി തന്നിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. നോക്ക് വൈക, അവൻ നിനക്ക് എന്ത് തന്നാലും അതിന്റെ ഇരട്ടി ഞാൻ തരും. എനിക്ക് അവനെ കുറിച്ചുള്ള എല്ലാം അറിയണം. റഫീഖിന്റെ ഭീഷണി കേട്ട വൈക ആകെ പേടിച്ചു. റഫീഖ് അവളെ തെറ്റിദ്ധരിച്ചതായിരുന്നു. അവൾ ആര്യന്റെ വിവരങ്ങൾ പണത്തിന് വേണ്ടിയായിരുന്നില്ല മറച്ചു വെച്ചത്. ആര്യൻ എത്രത്തോളം കരുത്തനാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവൾ റഫീഖിനോട് ആര്യനെ കുറിച്ച് എല്ലാം പറഞ്ഞെന്ന് ആര്യൻ അറിഞ്ഞാൽ പിന്നെ അവളുടെ ബിസിനസ് തന്നെ ഇല്ലാതാവുമെന്ന് അവൾക്കറിയാം. വൈകി ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് പറഞ്ഞു, അത് അങ്ങനെയല്ല റഫീഖ്. ഞാൻ ആര്യന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല. നിങ്ങളും ആര്യനുമായുള്ള പ്രശ്നത്തിൽ എനിക്ക് ഇടപെടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അതെന്റെ ബിസിനസിനും നല്ലതല്ല എന്നെനിക്കറിയാം. നിങ്ങൾ എന്റെ അവസ്ഥ മനസ്സിലാക്കണം. റഫീഖ് പക്ഷെ അപ്പോഴും അവളെ വിശ്വസിക്കാൻ തയ്യാറായില്ല. എന്താണ് ഇവിടെ നടക്കുന്നതെന്നെല്ലാം എനിക്കിപ്പോ മനസ്സിലായി. നീ എന്നേക്കാൾ അവന് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നതല്ലേ? താരമില്ല, അങ്ങനെ ആയിക്കോട്ടെ എന്നാ. റഫീഖ് ഫോൺ കട്ട് ചെയ്തു. വൈക തന്നെയാണ് അയാളുടെ ഫാക്ടറിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ചോർത്തി കൊടുത്തത് എന്ന് അയാൾ വിശ്വസിച്ചു. അവൾ ആര്യന്റെ കൂടെയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് റഫീഖ് വിശ്വസിച്ചു. നീ എന്താണ് വൈക വിചാരിച്ചത്? ആ പയ്യന്റെ കൂടെ നിന്ന നിന്നെ ആര് രക്ഷിക്കാനാണ്? നിന്റെ ഐ ഓഫ് ഡാർക്ക് നൈറ്റ് എന്ന ബാർ തകർക്കുകയാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം. എന്നെ എതിർത്താൽ എന്താണ് സംഭവിക്കുക എന്ന് നീ അറിയണം. മറ്റുള്ളവർക്കും ഇതൊരു പാഠമായിരിക്കണം. റഫീഖ് ഫോൺ വെച്ചതും വൈകിയാകെ തളർന്നിരുന്നു പോയി. ഈ രണ്ട് ഭീകരന്മാരുടെ ഇടയിൽ ന്യൂട്രലായി നിൽക്കാൻ പറ്റില്ലെന്ന് വൈകിക്ക് മനസ്സിലായി.
ആരെങ്കിലും ഒരാളെ തിരഞ്ഞെടുത്തേ പറ്റൂ. റഫീഖിന്റെ ദേഷ്യം കണ്ടിട്ട് അയാൾ ഇനി പ്രതികാരം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അവൾക്ക് തോന്നി. ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം വൈഗ ആര്യന്റെ നമ്പറിലേക്ക് വിളിച്ചു. വൈഗയുടെ നമ്പർ സ്ക്രീനിൽ കണ്ടതും ആര്യൻ ഒന്ന് അത്ഭുതപ്പെട്ടു. അവൻ കോൾ എടുത്ത് കുറച്ച് രൂക്ഷമായി തന്നെ അവരോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? ആര്യൻ ദേഷ്യത്തിലാണെന്ന് കണ്ടപ്പോൾ വൈഗി ഒന്ന് പേടിച്ചു. അവൾ അവനോട് പറഞ്ഞു, റഫീഖ് ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു. നിന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനാണ് വിളിച്ചത്. നിന്റെ ബാക്ക്ഗ്രൗണ്ട്, കുടുംബം, അങ്ങനെയല്ല. എനിക്ക് വേണ്ട അത്രയും പണം തരാമെന്ന് വരെ അവൻ എനിക്ക് ഓഫർ ചെയ്തു. പക്ഷേ ഞാനത് നിരസിച്ചു. ആര്യൻ ഇഷ്ടക്കേരോടെ പറഞ്ഞു, അതെന്തിനാ നീ നിരസിച്ചത്? എല്ലാ വിവരങ്ങളും കൊടുക്കായിരുന്നല്ലോ. അന്ന് നീ എന്നെ കാര്യമായി ഉപദേശിച്ചിരുന്നല്ലോ. അവൻ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, അവൻ ഭീകരനാണെന്നൊക്കെ പറഞ്ഞ്. വൈഗ മാക്സിമം സമാധാനത്തോടെ പറഞ്ഞു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ആര്യൻ? ഞാൻ എങ്ങനെ അയാളോട് നിന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കും? എനിക്ക് അയാൾ ആരുമല്ല, നീയാണ് എനിക്ക് അതിനേക്കാൾ പ്രധാനം. ആര്യൻ ഒരയഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഓക്കെ, ഫൈൻ. ആര്യൻ കോൾ കട്ട് ചെയ്തു. വൈഗയുടെ വാക്കുകൾ അവനൊട്ടും വിശ്വാസമുണ്ടായിരുന്നില്ല. അവളുടെ ജോലി തന്നെ പണത്തിന് വേണ്ടി ആളുകളെ ഒറ്റിക്കൊടുക്കുന്നതായിരുന്നു. വൈഗ അവൾ അഭിനയിക്കുന്ന അത്ര നിഷ്കളങ്കൊന്നുമല്ലെന്ന് ആര്യന് അറിയാമായിരുന്നു. അവളുടെ നേട്ടത്തിന് വേണ്ടി അവൾ ഏതറ്റം വരെയും പോവും. എങ്കിലും വൈഗ എന്തുകൊണ്ടായിരിക്കും ഇക്കാര്യത്തിൽ തന്റെ ഭാഗം നിന്നതെന്ന് ആര്യന് മനസ്സിലായില്ല. പക്ഷെ വൈഗയ്ക്ക് അതെന്തിനാണെന്ന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ആര്യന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. പണത്തിലോ കരുത്തിലോ റഫീഖ് ആര്യന്റെ അടുത്തൊന്നും എത്തില്ലെന്ന് അവൾ കണക്ക് കൂട്ടി. അതുകൊണ്ടാണ് അവൾ ആര്യനെ തിരഞ്ഞെടുത്തത്. എങ്കിലും ആര്യൻ അങ്ങനെ കോൾ കട്ട് ചെയ്തപ്പോൾ അവൾക്ക് പേടി തോന്നി. എല്ലാറ്റിനും മുകളിൽ വൈഗയ്ക്ക് അവളുടെ ബാറിന്റെ സുരക്ഷ നോക്കണമായിരുന്നു. അവൾ വേഗം അവളുടെ മാനേജറെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ ബാറ് ഇപ്പം മുതൽ കുറച്ച് ദിവസത്തേക്ക് അടച്ചിടണം. മാനേജർ വൈഗയെ ഞെട്ടലോടെ നോക്കി. നിങ്ങൾ എന്താണ് ഈ പറയുന്നത് മാഡം? അടച്ചിട്ടാൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. ബിസിനസ് നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. വൈഗ ദേഷ്യത്തോടെ പറഞ്ഞു. ജീവനേക്കാൾ പ്രധാനമാണോ പണം? ഞാൻ പറഞ്ഞു ചെയ്താൽ മതി. ഐ ഓഫ് ഡാർക്ക് നൈറ്റ് നവീകരണത്തിന് വേണ്ടി കുറച്ച് ദിവസം അടച്ചിടുകയാണ് എന്ന് പുറത്തൊരു നോട്ടീസ് വെച്ചാൽ മതി. മാനേജർ ചോദിച്ചു. എത്ര കാലത്തേക്ക്? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല, ഞാൻ പറയുന്നത് വരെ. വൈഗ പറഞ്ഞത് കേട്ട് മാനേജർ തലയും താഴ്ത്തി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി. എന്തിനാണിപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെന്ന് അയാൾക്ക് മനസ്സിലായില്ല. എന്നാൽ വൈഗ മനസ്സിൽ ചിലത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. റഫീഖ് വൈഗയുടെ നേരെ ആക്രമണം തുടങ്ങുമ്പോൾ വൈഗ എന്തായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത്? അധ്യായം 57. റഫീഖിന്റെ കോളിന് ശേഷം ഐ ഓഫ് ഡാർക്ക് നൈറ്റ് കുറച്ച് ദിവസത്തേക്ക് അടച്ചു പൂട്ടുന്നതാണ് നല്ലതെന്ന് വൈഗയ്ക്ക് തോന്നി.